കൃത്യമായ ഇമാമിൽ ഫി കിതാബിൻ എന്നർത്ഥം. കൃത്യമായ രേഖയിൽ അല്ലാഹു തആല അത് സൂക്ഷിച്ച് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അല്ലാഹു കൃത്യമായ കണക്കതിന് വെക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇനി അല്ലാഹു തആല ഒരു ചരിത്രം പഠിപ്പിക്കുന്നു. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. അങ്ങ് ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളെ. ഇദ് ജാഅഹൽ മുർസലൂൻ, ആ ഗ്രാമത്തിലേക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ, ദൂതന്മാർ വന്ന സമയം. ഇദ് ജാഅഹ അൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈൻ, അവരിലേക്ക്, ആ ഗ്രാമവാസികളിലേക്ക് രണ്ടുപേരെ നാം അയച്ചു. ഫകദ്ദബൂഹുമ, നാട്ടുകാർ മുഴുവനും ആ രണ്ടുപേരെയും കളവാക്കി, എന്ന് അവരെ വിശ്വസിച്ചില്ല. ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊടുത്ത് നാം ഇസ്സത്ത് നൽകി. ആ രണ്ടുപേർക്കും ഒരു ഇസ്സത്ത്, ഒരു ശക്തി അല്ലാഹു പകർന്നു കൊടുക്കാൻ മൂന്നാമതൊരു നബിയെ, ഒരു റസൂലിനെ, ഒരു ദൂതനെ അയച്ചു. ഫഖാലു, മൂന്ന് പേരും ചേർന്ന് പറഞ്ഞു, മൂന്ന് ദൂതന്മാർ, ഇന്ന ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായ റസൂൽ മുർസലീങ്ങൾ തന്നെയാണ്. ഖാലു, ജനങ്ങൾ പറഞ്ഞു, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല. നിങ്ങളും മനുഷ്യന്മാർ, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർ, അത്രയുള്ളൂ, അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ കാണുന്നില്ല. വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ, അങ്ങനെ ഒരു കാരുണ്യവാനാണ് പടച്ചതമ്പുരാനെങ്കിൽ അവൻ എന്തെങ്കിലും ഇറക്കുമെങ്കിൽ അത് ഞങ്ങൾ അറിയണം. അവൻ വല്ലതും ഭൂമിയിലേക്ക് ഇറക്കിയതായി, അവതരിപ്പിച്ചതായി ഒരു കിതാബോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, ഓ നബിമാരെ, നിങ്ങൾ നുണ പറയുകയാണല്ലോ എന്ന് ജനങ്ങൾ അവരോട് മറുപടിയും പറഞ്ഞു. ഖാലു, അമ്പിയാക്കന്മാർ പറഞ്ഞു, റബ്ബുനാ യഅലമു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായവർ തന്നെയാണെന്ന് അല്ലാഹുവിനറിയാം. നിങ്ങൾ നിഷേധിച്ചാലും അല്ലാഹുവിനറിയാം ഞങ്ങൾ അവന്റെ ദൂതന്മാരാണെന്ന്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, വമാ അലൈനാ, ഞങ്ങൾക്ക് ബാധ്യതയായത്, ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി നിങ്ങൾക്കത് എത്തിച്ചു തരൽ മാത്രമാണ്. ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറൽ മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത. നിങ്ങളെ പിടിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയോ? ഇല്ലല്ല, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ കഴിയോ? അതും കഴിയൂല. ഇത് പറഞ്ഞു തരാനേ പറ്റൂ, അറിയിച്ചു തരാനേ പറ്റൂ. ഖാലു, അവർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവലക്ഷണം കാണുന്നു. തതയ്യുർ എന്ന് പറഞ്ഞാൽ പെസിമിസം. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു നന്മ ഇവിടെ ലഭിക്കുന്നില്ല. അത് 3 വർഷത്തോളം ഈ ഗ്രാമത്തിൽ, നമ്മൾ പറയാൻ പോകുന്നു, അൻതാഖിയ എന്ന ഗ്രാമത്തിൽ മഴ പെയ്യാതെ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാനുള്ള കാരണം പോലും നിങ്ങൾ 3 പേർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് കാരണമാകുന്ന മഹാന്മാരായ ദൂതന്മാരെ സംബന്ധിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത്. നിങ്ങൾ കാരണം ഞങ്ങൾ അശുഭം മണക്കുന്നു. ഇവിടെ നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്ക് സുഖകരമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തതയ്യർനാ ബിക്കും ലഇല്ലം തൻതഹു, നിങ്ങളുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർത്തിവെച്ചില്ല എങ്കിൽ ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിയും. ഖുർആനിൽ എവിടെയെല്ലാം റജ്മ് എന്ന് വന്നിട്ടുണ്ടോ, മഅനാഹുൽ ഖത്ൽ, അതിന്റെ അർത്ഥം വധിക്കുമെന്നാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയും. നിങ്ങളെ ഞങ്ങൾ എറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വധിക്കും.
വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ ഞങ്ങളിൽ നിന്ന് ദൂതന്മാരെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ദൂതന്മാർ അല്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. നിങ്ങൾ കാരണം ഞങ്ങളുടെ നാടിന് വിഷമമുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വധിക്കും. ഖാലൂ, അല്ലാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ അവലക്ഷണം, നിങ്ങളുടെ അശുഭകരമായ കാര്യം നിങ്ങളോടൊപ്പം തന്നെയാണ് കിടക്കുന്നത്. നിങ്ങളുടെ അവിശ്വാസം, അതാണ് നിങ്ങൾക്ക് ശിക്ഷ വരാൻ കാരണം. ഇൻ ദുഃഖിർത്തും, നിങ്ങളെ ഓർമ്മപ്പെടുത്തപ്പെട്ടില്ലയോ, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അവസരം നൽകപ്പെട്ടില്ലയോ, നിങ്ങൾക്ക് ബോധോദയം നൽകപ്പെട്ടില്ലയോ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരുകടന്ന് ജീവിക്കുന്ന സമൂഹം തന്നെയാണല്ലോ എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു. വജാഅ മിൻ അഖ്സൽ മദീന, ആ നഗരത്തിന്റെ അറ്റത്തു നിന്നും റജുലുൻ യസ്ആ, ഒരാൾ ഓടി കടന്നു വന്നു. ഖാൽ, ആ ആള് പറഞ്ഞു, ഹബീബ് ബിൻ അൻ-നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനുഭാവനാണ്. ഖാൽ യാ ഖൗമി, എന്റെ സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, പ്രവാചകന്മാരെ പിൻപറ്റിയേക്കണം കേട്ടോ. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ, നിങ്ങളോട് ഈ പ്രബോധനത്തിന്, ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതിന് ഒരു ഫീസും അവർ വാങ്ങിയിട്ടില്ലല്ലോ. നിങ്ങളോട് ദീൻ പഠിപ്പിക്കുന്നതിന് നിങ്ങളോട് അവരൊന്നും വാങ്ങിയില്ലല്ലോ. നിങ്ങളോട് ഒരു അജുറും അവർ ചോദിക്കുന്നില്ലല്ലോ. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം ലഭിച്ചവരാണ്, നിങ്ങൾ ഇവരെ പിൻപറ്റേണമേ എന്ന് ആ നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നും ഒരാൾ ഓടി വന്നു പറഞ്ഞു. ആ ചരിത്രം ഇനി 22 ആയത്ത് മുതൽ അങ്ങോട്ട് 27, 28, 29 വരെ 30 അടക്കം ഈ ചരിത്രത്തിന്റെ ബാക്കിയാണ് അല്ലാഹു തആല പറയുന്നത്. ചരിത്രം ഖുർആൻ ഉദാഹരണം ആയി ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, അറബിയിൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ്. നഗരത്തിന് എന്താ പറയാ? മദീന. ഈ ചരിത്രം പറഞ്ഞ ഭാഗത്ത് നോക്കി 13ാമത്തെ ആയത്തിൽ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ആ ഗ്രാമവാസികൾ, അവരുടെ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ എന്നിങ്ങനെ പറഞ്ഞു. ഇനി അത് 13ാമത്തെ ആയത്ത്. 20ാമത്തെ ആയത്തിലേക്ക് എത്തിയപ്പോൾ വജാഅ മിൻ അഖ്സൽ മദീന, ആ ഗ്രാമത്തെ പറ്റി പിന്നെ അള്ളാഹു പറഞ്ഞത് മദീന എന്നാണ്, നഗരമെന്നാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളുടെ ഒരു ബലാഗത്തിൽപ്പെട്ടതാണ്. അതായത് ഖറിയ എന്ന് പ്രയോഗിക്കുന്ന ഭാഗവും മദീന, ഖറിയയായി ഗ്രാമമായി നിൽക്കുന്ന ഒരു പ്രദേശത്തെ പറ്റി അള്ളാഹു മദീന എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എവിടെയെല്ലാം മുൻ സമുദായങ്ങളെ സംബന്ധിച്ച് ഖറിയ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളും, അതേ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ പദപ്രയോഗത്തിന്റെ മഹാത്ഭുതം എന്ന് മനസ്സിലാകും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു സമൂഹത്തിൽ കുഫറായിരിക്കെ, ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകളും അവിശ്വാസികളായിരിക്കെ അള്ളാഹു ആ സമൂഹത്തെ ഖറിയ എന്ന് വിളിക്കും, ഗ്രാമവാസികൾ. അവരിൽ ഈമാൻ കടന്നു വന്നാൽ അവരൊന്നാകെ മുസ്ലിം ആവുകയോ, ഈ സംഭവത്തിൽ ഹബീബ് ബിൻ നജ്ജാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ മുസ്ലിമായിട്ടുള്ളൂ, ഒരു ഈമാൻ ആ ഖറിയയിലേക്ക് പ്രവേശിച്ചാൽ ഖറിയയെ സംബന്ധിച്ച് അല്ലാഹു പിന്നെ മദീന എന്നാണ് പറയാ. വജാഅ മിൻ അഖ്സൽ മദീന, വേറെയും ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇതേ ശൈലിയിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വജാഅ മിൻ അഖ്സൽ മദീന, ഈമാൻ കടക്കുമ്പോൾ അല്ലാഹു ഖറിയയെ മദീനയായി അപ്ഗ്രേഡ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. വദ്രിബ് ലഹും മസലൻ, ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. ഉദാഹരിച്ചു കൊടുക്കുന്നത് ഒരു വിഷയം ഒരു തഖരീബുൻ ഇലൽ ഫഹം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉദാഹരണം വേണ്ടി വരും, പെട്ടെന്ന് അറിയാൻ. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ കഥ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കൂ. ഇദ് ജാഅഹൽ മുർസലൂൻ, അല്ലാഹുവിന്റെ ദൂതന്മാർ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ,
ഖിതാബുൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സമൂഹത്തിന്, മക്കക്കാർക്കും മുശ്രിക്കീങ്ങൾക്കുമെല്ലാം ഈ ഗ്രാമവാസികളുടെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയേ എന്ന അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. ഏതാണ് ഈ ഖറിയ, ഏതാണ് ഈ ഗ്രാമം? നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഏതായിരിക്കും ഗ്രാമം? ഖുർആനിന്റെ അത്ഭുതം, അല്ലാഹു തആല ആളുകളുടെ പേര് പറയില്ല. വിശുദ്ധ ഖുർആൻ നഗരങ്ങളുടെ പേര് പറയില്ല. അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ എവിടെയായിരുന്നു ആ ഗുഹയുണ്ടായിരുന്നത്? ആ പോയ ആളുകൾ 7 പേരായിരുന്നോ, 8 ആയിരുന്നോ, 6 ആയിരുന്നോ? ഇങ്ങനെയൊക്കെ ചർച്ചകളുണ്ട്. പക്ഷേ 7 പറയുന്നവരും 8-മതായവരുടെ നായയാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഇങ്ങനെ പോവുകയല്ലാതെ അള്ളാഹു പേര് പറയുന്നില്ല, സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല. പല വിഷയങ്ങളും അങ്ങനെയാണ്. ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ കല്ലദീ മർറ അലാ ഖറിയത്തിൻ, ഒരു മരിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിലൂടെ നടന്നുപോയ ഒരാളെ പോലെ, അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, ഈ ഗ്രാമത്തെ എങ്ങനെയാണ് പടച്ചവൻ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ, 100 വർഷം മരിപ്പിച്ചു കിടത്തി പിന്നെ എഴുന്നേൽപ്പിച്ചു. അങ്ങനത്തെ ഒരാളെ പോലെ. ധാരാളം മഹാനായ ഉസൈർ റളിയല്ലാഹു തആല അൻഹു. ജൂതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് ദൈവപുത്രനാണെന്ന് പോലും ആരോപിച്ച ഒരു മഹാമനുഷ്യൻ, മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു. ജുറൈജ് തങ്ങളുണ്ട് വേറെ, ഇത് ഉസൈർ റളിയല്ലാഹു തആല അൻഹു. വലിയ മഹാനുഭാവനായിരുന്നു. പേര് പറഞ്ഞിട്ടില്ല ഖുർആൻ. അത് ഹദീസിലൂടെ ലഭിക്കും, ചരിത്ര പണ്ഡിതന്മാരിലൂടെ ലഭിക്കും. ഖുർആനിന്റെ താല്പര്യം ആ വിഷയം മനസ്സിലാക്കലാണ്. അതുകൊണ്ടാണ് ഗ്രാമത്തിന്റെ പേര് പറയാൻ നമ്മൾ ചർച്ച വരുന്നുണ്ട്. മഹാനായ അല്ലാമ ഖുർത്തുബി റഹിമഹുല്ലാ, വലിയ ഖുർആൻ പണ്ഡിതനും അതുപോലെ ചരിത്ര പണ്ഡിതനുമാണ് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ. അവരൊക്കെ എന്ത് ചെയ്യും, ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ ഒരു ശൈലിയിൽ അള്ളാഹു ആളിന്റെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ പറയലല്ല വിഷയം. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ സംഭവിച്ചത്? അതവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അള്ളാഹു എന്ത് ചെയ്തു എന്നാണ്, ജനങ്ങൾ എന്ത് ചെയ്തു എന്നാണ്, എന്താണ് അവിടെ നടന്നത് എന്നാണ്. അത് പല കാലങ്ങളിൽ ആവർത്തിക്കും, പല സമുദായങ്ങളിൽ ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കും. പക്ഷേ അള്ളാഹു തആല അതിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ ആ സ്ഥലത്തിന്റെ ഖറിയയുടെ, ആ മദീനയുടെ പേര് പറഞ്ഞില്ല. വദ്രിബ് ലഹും മസലൻ അസ്ഹാബ അൽ ഖറിയ, ആ ഗ്രാമവാസികൾ. അപ്പൊ അത് അറിയപ്പെട്ടൊരു ഗ്രാമമാണ്. അതുകൊണ്ടാണ് അസ്ഹാബ ഖറിയത്തിൻ എന്നല്ല, അസ്ഹാബ അൽ ഖറിയ, അസ്ഹാബൽ ഖറിയ, ദ വില്ലേജസ്. ഏതോ ഒരു സ്പെസിഫിക് ഒരു പ്രത്യേകമായ ഒരു ഗ്രാമത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് ജാഅഹൽ മുർസലൂൻ, അല്ലാഹുവിന്റെ ദൂതന്മാർ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ. മഹാനായ ഇമാം മാവർദി റഹിമഹുല്ലാഹ് പറയുന്നത്, നുസിബത് ഇലാ അഹ്ലി അൻതബീസ്, അൻതബീസ് എന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ ഒരു ഗ്രാമം. ആ രാജാവിന്റെ പേര് അൻതബീസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശേഷം ആ ഗ്രാമത്തിന്റെ പേര് അറബിവൽക്കരിക്കപ്പെട്ടപ്പോൾ അൻതാക്കിയ എന്നായി മാറിയ ഇന്നത്തെ തുർക്കിയിലെ അന്റിയോക്ക് അല്ലെങ്കിൽ അൻതാക്കിയയെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്. ഇത് ഇമാം ഖുർത്തുബി തങ്ങളും മറ്റു മുഫസ്സിരീങ്ങളും ഐക്യകണ്ഠേന രേഖപ്പെടുത്തി. ഇമാം സുഹൈലി, ചരിത്ര പണ്ഡിതനായ മഹാനായ ഇമാം സുഹൈലി റഹ്മഹുല്ലാഹ് അടക്കം ഈ വിഷയം രേഖപ്പെടുത്തുകയുണ്ടായി. ഹാദിഹിൽ ഖറിയ ഹിയ അൻതാക്കിയ ഫി ഖൗലി ജമീഇൽ മുഫസ്സിരീൻ. എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നു അത് അൻതാക്കിയ എന്ന പ്രദേശമാണ്. അൻതാക്കിയ, ത്വാ അല്ലെങ്കിൽ അൻതാക്കിയ, താ കൊണ്ടും അത് വാക്ക് പറയപ്പെടാറുണ്ട്. അവിടെ അത് ആ രാജ്യം കിടക്കുന്ന, ആ പ്രദേശം കിടക്കുന്നത് ഇന്നത്തെ തുർക്കിയിലാണ്. ആന്റിയോക്ക് എന്നാണ് ഇതിന് പറയാം, അന്നത്തെ പഴയ അൻതാക്കിയ. അവിടെ ക്രൂരനായ ഒരു ഭരണാധികാരി ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അന്തീഖസ് ഇബ്ൻ അന്തീഖസ്. അന്തീഖസിന്റെ മകൻ അന്തീഖസ് കാന യഅ്ബുദുൽ അസ്നാം, ബിംബാരാധകനായിരുന്നു. ബിംബത്തെ ആരാധിച്ചിരുന്നവർ. അവരിലേക്ക് 3 ദൂതന്മാരെ അല്ലാഹു തആല അയച്ചു എന്ന കഥയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് ജനങ്ങളും അവരും തമ്മിലുണ്ടായ സംഭാഷണം.
അവരുടെ പേര് സ്വാദിഖ് വസ്സദൂഖ് വശലൂം. സാദിഖ്, സദൂഖ് എന്ന പേരുള്ള 2 ദൂതന്മാർ. അവരിൽ മൂന്നാമനായി ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തെ ഒരു ദൂതനെയും കൂടെ ഞാൻ അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് ശലൂം എന്ന് പറയുന്ന ഒരു ദൂതനായിരുന്നു അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകരായിരുന്നു. പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവർ മുർസലീങ്ങളാണ്. പക്ഷേ ചരിത്ര പണ്ഡിതന്മാർ ഒരു സാധ്യത ഇവിടെ പറയുന്നത്, ഇമാം ത്വബരി, ഇമാം ഇബ്നു ജരീർ ത്വബരി റഹ്മഹുള്ള അടക്കമുള്ളവർ പറയുന്നത്, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസ നബിയുടെ ശിഷ്യന്മാരായ ആളുകളെ ഹവാരിയീങ്ങൾ, ഈസ നബിയുടെ അപ്പോസ്തലന്മാർ, ഗ്രേറ്റ് ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്, ഈസ അലൈഹിസ്സലാമിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട 3 പേരെ അന്ത്വാഖിയയിലേക്ക് പറഞ്ഞയച്ച ചരിത്രമാണ് ഖുർആൻ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ്. അതായത് അവര് പ്രവാചകന്മാരല്ല, പക്ഷെ പ്രവാചകന്റെ ദൂതനാണ്. ആരാ? നബി ഈസ നബി അലൈഹിസ്സലാം. ഈസ നബിയുടെ ദൂതന്മാരായിരുന്നു സ്വാദിഖ്, സദൂഖ് വശലൂം അലൈഹിമുസ്സലാം. ആ മഹത്തുക്കൾ അവര് പ്രവാചകന്മാരാണെന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. പക്ഷേ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈസ നബിയുടെ ശിഷ്യന്മാരായ ഹവാരിയങ്ങളായിരുന്നു. ഹവാരി എന്ന് പറഞ്ഞറിയാലോ, ഈസ നബിയുടെ 12 ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്കാണ് ഹവാരിയങ്ങൾ എന്ന് പറയുക. من أنصاري إلى الله قال الحواريون نحن أنصار الله إذ جاءها المرسلون. ആ നഗരത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അല്ലെങ്കിൽ പ്രവാചകനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാർ കടന്നു വന്നപ്പോൾ, ഇദ് ജാഅഹ അൽ മുർസലൂൻ, പ്രവാചകന്മാർ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ, ആ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയെ. ഇദ് അർസൽനാ ഇലൈഹിം മുസ്നൈൻ, 2 ദൂതന്മാരെയാണ് അങ്ങോട്ട് ആദ്യം അയച്ചത്. ഈസ നബി അലൈഹിസ്സലാം അയച്ചത് 2 ദൂതന്മാരെ. ഫകദ്ദബൂഹുമാ, ജനങ്ങൾ മുഴുവനും അവരെ കളവാക്കുകയാണ് ഉണ്ടായത്. കദ്ദബൂഹുമാ, ഖറിയ എന്ന പ്രയോഗിച്ച അല്ലാഹു ഗ്രാമം, കദ്ദബത്ഹുമാ എന്നാണ് വരേണ്ടത്. പക്ഷെ അല്ലാഹു കദ്ദബൂ, അവർ എന്ന പ്രയോഗത്തിലേക്ക് ഖുർആൻ അതിനെ മാറ്റുകയാണ്. ഗ്രാമം എന്ന് പറഞ്ഞ ഒരു മണ്ണല്ലല്ലോ, അവിടുത്തെ മനുഷ്യന്മാരുണ്ടാകുമ്പോഴല്ലേ ഗ്രാമവാസികൾ എന്ന് പറയും. അപ്പൊ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഇടമായിരുന്നു അത്, അപ്പോഴാണ് ഗ്രാമം എന്ന് പറയാ. അതുകൊണ്ട് ഗ്രാമത്തെ സംബന്ധിച്ച് ഒരു ആഖിലീങ്ങളായ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാകാം ഫകദ്ദബൂഹുമാ, അവിടുത്തെ ജനങ്ങൾ അവരെ കളവാക്കുകയാണ് ഉണ്ടായത്. ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തെ ഒരു റസൂലിനെ കൊണ്ട് അവർക്ക് നാം ഇസ്സത്ത് കൊടുത്തു. ഫഖാലു, 3 പേരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഇഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഏതൊരു വിഷയത്തിലും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ അത് 2 ആളുള്ള കമ്മിറ്റിക്കാർ മാത്രമുള്ള ഒരു സംഘടന അങ്ങനെ ഉണ്ടാകും. മിനിമം 3 ആളെങ്കിലും വേണം ഒരു സംഘടനയിൽ. 3 അറാഖിബു ശൈത്വാനൻ വറാഖിബാനി ശൈത്വാനാൻ വസലാസതു റക്ബുൻ, ഒറ്റയ്ക്ക് യാത്ര പോകുന്നവൻ ഒരു ശൈത്വാനാ. 2 ആള് മാത്രം യാത്ര പോവുക, അവർ 2 ആളും ശൈത്താന്മാരാണ്. വസലാസതു റക്ബുൻ, 3 പേർ അവരാണൊരു യാത്രാസംഘം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പേര് യാത്ര പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? അതിൽപ്പെട്ട ഒരാളെ നിങ്ങൾ അമീറാക്കണം, നിങ്ങളുടെ നേതാവാക്കണം. അയാൾ തീരുമാനിക്കണം നമുക്ക് എവിടെയാണ് വെള്ളം കുടിക്കാൻ നിർത്തേണ്ടത്, എവിടെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടത്, അതൊക്കെ ആ അമീർ തീരുമാനിക്കണം. അത് അധികം ഡ്രൈവർമാരെ ഏൽപ്പിക്കലാണ് നല്ലത് അല്ലേ, യാത്ര പോകണമെങ്കിൽ. അല്ല, ഒരു അമീർ വേണം, മുതിർന്ന ഒരു നേതൃപാഠവുമുള്ള ഒരാളെ നിങ്ങൾ അമീറാക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഫഅസ്സസ്നാ ബിസാലിസിൻ, 3 ആളാകുമ്പോൾ അവിടെ ശക്തിയുണ്ടെന്നാണ്. ഇമോഷണൽ ഭയങ്കരമാണ്. 2 ആളിരിക്കുമ്പോൾ 2 ആൾക്ക് കഥ പറഞ്ഞു തീർന്നെന്ന് വരും. 3-ാമത്തെ ഒരാളും കൂടെ സംഘത്തിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും യാത്രയ്ക്ക്. ഒരാളാണെങ്കിലും ബോറടിച്ച് ബുദ്ധിമുട്ടായി, 2 ആളാണെങ്കിൽ ഇവർ 2 പേരിലെ, 3-ാമത്തെ ആളാണെങ്കിൽ അതിന്റെ നമ്മുടെ സർക്കിൾ വർദ്ധിക്കുകയാണ്. 4 ആണെങ്കിൽ പിന്നെ ആൾ കൂടിയ പ്രശ്നമാണ്. 3-ആകുമ്പോൾ വളരെ ഭംഗിയാണ്. സുബ്ഹാനല്ലാഹ്, 3 പേർ മിനിമം യാത്ര സംഘം 3 പേരാണ്. 3 പേരാണ് പോകേണ്ടത്. പറ്റുന്നിടത്തേക്കൊക്കെ അത്രയല്ലേ പറ്റുള്ളൂ. സാധാ ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ 2 ആള് പോവുക അല്ല, ഒരു 3 പേരെങ്കിലും വേണമെന്നാണ്.
ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തേത് കൊണ്ട് അല്ലാഹു തആല ഇസ്സത്ത് കൊടുക്കുന്നു. ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലു, അവരെല്ലാവരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയുക്തരായ ദൂതന്മാർ തന്നെയാണല്ലോ എന്ന്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ 5 നൂറ്റാണ്ട് മുമ്പ്, 570 വർഷങ്ങൾക്ക് മുമ്പ്, അതുമല്ല നബി 570 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് കടന്നു വന്ന ദ സെക്കൻഡ് ലാസ്റ്റ് മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു നബിയുടെ മഹത്വം അല്ലാഹു തആല അവരുടെ ശിഷ്യന്മാരോട് കാണിച്ചു കൊടുക്കുകയാണ്. ഇവരുടെ ചരിത്രം പറയാൻ പോകുന്നു. ഈസ നബി അലൈഹിസ്സലാം അറിഞ്ഞു ബിംബാരാധകരാണ് തുർക്കിക്കാർ. അന്ന് മുമ്പൊക്കെ തുർക്കിക്ക് പറയുന്ന പേര് റോം എന്നാണ്. റൂം, റൂം, റോമൻ ഭരണാധികാരികൾ, റോമക്കാർ എന്നൊക്കെ പറയും തുർക്കികളെ സംബന്ധിച്ചാണ്. അത്രാഖ്. പിന്നെ തുർക്കിയുടെ അപ്പുറത്തേക്ക് റോമൻ സാമ്രാജ്യം വളർന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ തുർക്കി ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന തുർക്കിയാണ്. പക്ഷേ അത്രാഖ്, തുർക്കി വംശജർ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യവും പ്രദേശവുമാണ് തുർക്കി, അത്രാഖ്. അവിടേക്ക് പ്രവാചകനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ 2 അപ്പോസ്തലന്മാരെ, 2 അരുമ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അൽ മുർസലൂൻ, അങ്ങോട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വന്ന നേരം. ഇത് പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഒരു പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന ആളുകളോ വാല് പറയുന്ന ആളുകളൊക്കെ ഇന്നത്തെ സിസ്റ്റപ്രകാരം വിളിച്ചാൽ പോവാന്ന്, ശരിക്കും വിളിക്കാതെ തന്നെ പോവേണ്ട അവസ്ഥയാണ്. ജാഅൽ മുർസലൂൻ, ഒരു സമൂഹത്തിൽ എവിടെയാണോ തിന്മയുള്ളത് അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടവരാണ് പ്രബോധകന്മാർ എന്ന ഒരു വലിയൊരു ആശയം ഇത് ജാഅൽ മുർസലൂൻ എന്ന വാക്ക് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലണം, അങ്ങോട്ട് കടന്നു ചെല്ലണം. എവിടെയാണ് ആർക്കൊക്കെയാണോ ഇൽമ് അറിയേണ്ടത്, ആർക്കൊക്കെയാണോ പഠിക്കേണ്ടത്, അവരെ അങ്ങോട്ട് സമീപിക്കണം. വേർ പോസിബിൾ, എവിടെയൊക്കെ സാധ്യമാണോ അവിടെയുള്ളത് ചെയ്തേക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രബോധനത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്തുകളൊക്കെ കേട്ടോ. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കണം. ഈസ നബി അലൈഹിസ്സലാമിന് അറിഞ്ഞു അന്തീഖസ് ഇബ്ൻ അന്തീഖസ്, അന്താക്കിയായുടെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ സമൂഹം ബിംബാരാധകരാണ്. അതുകൊണ്ട് അവരെ ബിംബാരാധനയിൽ നിന്ന് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് നമ്മുടെ ബാധ്യതയാണല്ലോ എന്ന് പറഞ്ഞ് ഫലസ്തീനിൽ നിന്ന്, അവിടെയാണ് ഈസ നബി അലൈഹിസ്സലാം ജനിച്ചത്, ജെറൂസലേമിൽ, ബൈത്തുൽ ലഹ്മിൽ, ബത്ലഹേം എവിടെയാണ്? ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ നിന്ന്, ഫലസ്തീനിന്റെ നോർത്ത് ഭാഗം തുർക്കിയാണ്. ഫലസ്തീനിന്റെ നോർത്തിലേക്ക് നേരെ ഇറാഖിലൂടെ കടന്നു ചെന്നാൽ, മേലോട്ട് നോർത്തിലേക്ക് കടന്നു ചെന്നാൽ തുർക്കിയിലേക്ക് എത്താൻ പറ്റും. മെഡിറ്ററേനിയൻ കടലിന്റെ ഓരത്തുകൂടെ കടന്നു പോകാം. തുർക്കിയാണ്. തുർക്കിയിലേക്കുള്ള ഈസി ആക്സസ്. നമ്പിയാക്കന്മാർ ഒരുപാട് തുർക്കിയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ കാണാൻ കഴിയും. തുർക്കിയിലേക്ക് പോവുകയാണ്, അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. 1000-ലേറെ വരുന്ന കിലോമീറ്ററുകൾ വേണം ഫലസ്തീനിൽ നിന്ന് തുർക്കിയിലേക്ക് എത്താൻ. സുബ്ഹാനല്ലാഹ്. ഈ 2 ദൂതന്മാർ, സ്വാദിഖ് സദൂഖ് എന്ന് പറയുന്ന മഹത്തുക്കളായ 2 ശിഷ്യന്മാർ, അവരുടെ പേരുകളെ സംബന്ധിച്ച് ചരിത്ര പണ്ഡിതന്മാർക്ക് വ്യത്യാസങ്ങളുണ്ട്. അവര് ഈ സ്വാദിഖ് സദൂഖ് എന്നവർ ശംഊനും യോഹന്നയുമായിരുന്നു എന്ന് പറയാറുണ്ട്. യോഹന്ന എന്ന് പറഞ്ഞാൽ യോഹന്നാൻ, ശംഊൻ യോഹന്ന. അതല്ല, സമആനും യഹ്യയുമാണെന്നും. സമആൻ അതുപോലെ തന്നെ ജോൺ, ഇങ്ങനത്തെ 2 മഹത്തുക്കളായ ഈസ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരായിരുന്നു എന്നും അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന്റെ പ്രബലമായ ചരിത്രഭാഗം ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് അവരുടെ പേര് സ്വാദിഖ് എന്നും മറ്റൊരാളുടെ പേര് സദൂഖ് എന്നാണ്. 3-ാമത്തെ ആൾ, അവസാനം ചെന്ന ആൾ ശലൂം എന്നായിരുന്നു അവരുടെ പേര്. റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ വറിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഈസ നബി അലൈഹിസ്സലാം അവരെ പറഞ്ഞയക്കുമ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇന്നാ ലാ നഅരിഫു അൻ നതകല്ലമ ബിഅൽസിനതിഹിം വലുഗാതിഹിം, ഞങ്ങൾക്ക് തുർക്കി ഭാഷ അറിയില്ലല്ലോ, ടർക്കിഷ് ഞങ്ങൾക്കറിയില്ലല്ലോ ഈസ നബിയെ, ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് പോവാ? ഭാഷ അറിയില്ലല്ലോ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്ത്, അവരുടെ ശിഷ്യന്മാർ they could speak many languages of the world which they knew not before.
ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത പല ഭാഷകളും വളരെ പെട്ടെന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ എത്യോപ്യയിലേക്ക് പോയ ആ ചരിത്രം ഉണ്ടല്ലോ. ആദ്യമായി പോയ മൈഗ്രേഷൻ, നാട് വിട്ടുപോയത് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പോകണമെങ്കിൽ ഒരു കടൽ മുറിച്ച് കടക്കണം. ഏതാണ് കടല്? റെഡ് സീ, ചെങ്കടൽ. ജിദ്ദയിലെ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് സീ ആണ്. ചെങ്കടൽ മുറിച്ചു കടന്നാൽ നേരപ്പുറത്ത് എത്യോപ്യയാണ്. എത്യോപ്യയും സുഡാനും ഒക്കെ കിടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ജിദ്ദ നേരെ ക്രോസ് ചെയ്താൽ എത്യോപ്യയിലേക്ക് കടക്കാൻ പറ്റും. അന്ന് എത്യോപ്യയിലാണ് ഭരണം കിടക്കുന്നത്, ഒരല്പം ദൂരത്തേക്ക്. പക്ഷേ അങ്ങനെ അവർ കടൽ കടന്ന് ചെന്ന് അവിടുത്തെ ഭരണാധികാരി നജാഷി രാജാവ് മഹാന്മാരായ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി അവരുമായുള്ള ഡയലോഗ് നടന്നുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഹാബത്തിനെ തിരിച്ചു മക്കയിലേക്ക് കൊണ്ടുവരാൻ പോയ അംർ ബിൻ ആസ്, അംർ എന്ന് പറയുന്നവരുടെ അന്നത്തെ നേതാവ്, അദ്ദേഹം രാജാവുമായി ചില നെഗോസിയേഷൻ നടത്തി. രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇവർ വെറുതെ പറയുന്ന ആൾക്കാരാണ്, ഇവര് ബ്ലാസ്ഫമി, അവര് മത നിരാസം ചെയ്ത ആളുകളാണ്, ഞങ്ങളുടെ മതത്തെ കേടുവരുത്തിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു കളിയാക്കിയപ്പോ നജാഷി രാജാവ് അവരെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളുടെ ഈ നബി ഒരു പ്രവാചകൻ വന്നു എന്നാണോ പറയുന്നത്? If he would be a prophet, he would have skies of miracles. ആകാശം കണക്കെ മഹാത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് പ്രവാചകന്മാർ. അങ്ങനത്തെ വല്ല മഹാത്ഭുതവും നിങ്ങളുടെ ഈ നബി കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ജാഫർ റളിയല്ലാഹു തആല പറഞ്ഞു, അതേ, വിശുദ്ധമായ ഖുർആൻ. അപ്പോ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അവരെ തിരിച്ചു പിടിക്കാൻ കൊണ്ടുവന്ന 2 മുശ്രിക്കീങ്ങൾ അവരെ അന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു, ഇതൊരു ബുക്കാണ്, ഒരു കിതാബാണ്, എ ബുക്ക് written by an illiterate attributed to God. അങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോ മഹാനായ നജാഷി രാജാവ്, അദ്ദേഹം പിന്നീട് മുസ്ലിമായി. നജാഷി രാജാവാണ് മുസ്ലിമായിട്ട് അവരുടെ മരണം അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞു കിടക്കുന്ന മയ്യത്തിനെ നിസ്കരിച്ച ഗായിബിന്റെ നിസ്കാരം നിസ്കരിച്ചത് ഈ രാജാവിന് വേണ്ടിയാണ്. പിന്നീട് അവർ മുസ്ലിമാവുകയുണ്ടായി. അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറഞ്ഞു, ഭാഷ എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഒരു ഗ്രന്ഥം എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ഭാഷ കൊണ്ടുള്ള മഹാത്ഭുതമാണ്. എനിക്കറിയാം, എൻ്റെ നേതാവ് അദ്ദേഹം പറഞ്ഞു, മൈ ഡിയർ ലോർഡ് ജീസസ്, അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ്, അവർക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു, അവരൊന്നും മുമ്പ് സംസാരിച്ചിട്ടില്ലാത്തത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രവാചകന്റെ മറ്റു മുഅ്ജിസത്തുകൾ എന്തൊക്കെയാണ്, ഞാനൊന്ന് കേൾക്കട്ടെ. ആ നേരമാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു നിബിധങ്ങൾ ചെയ്ത സാംസ്കാരികമായ വിപ്ലവം എന്ന മഹാത്ഭുതം അവിടെ മനോഹരമായ ഒരു പ്രഭാഷണത്തിലൂടെ വരച്ചു കാണിച്ചത്. ഈസ നബി അലൈഹിസ്സലാമിന്റെ ഒരു അത്ഭുതം ഇതാണ്. അവരുടെ അനുയായികൾക്കും അവർക്കും ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റുമായിരുന്നു. മുമ്പൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. ഈസ നബിയോട് ഇവർ പറഞ്ഞവരുടെ കൺസേൺ, ഈസ നബിയെ, ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക? അവരുടെ ഭാഷ ഞങ്ങൾക്കറിയില്ലല്ലോ. ഈസ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫനാമു ബിമകാനിഹിം, അവരവിടെ കിടന്നുറങ്ങി. ഫഹബ്ബു മിൻ നൗമതിഹിം വഖദ് ഹമലതുഹുൽ മലായിക ഫഅൽഖതുഹും ബിഅർളി അൻതാകിയ. അവർ ഉറങ്ങിയതേ ഉള്ളൂ. ഫലസ്തീനിൽ നിന്ന് അവർ ഉണരുന്നത് അൻതാകിയയിലേക്കാണ്. അൻതാകിയയിലാണ് ഉണരുന്നത്. അല്ലാഹുവിന്റെ മലാഖമാർ അവരെ വഹിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത് നേരെ അൻതാകിയയിലേക്ക്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റിലൂടെ സഞ്ചരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ശിഷ്യന്മാർ കാണിക്കുന്ന ഈ മുഅ്ജിസത്ത് അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി പറഞ്ഞില്ലേ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ബേസും ഫലസ്തീനാണ്. ഫലസ്തീനിലാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഭരണം നടത്തിയത്. യമൻ എന്ന് പറയുന്നത് ഇങ്ങ് സൗത്ത് ഈസ്റ്റിലാണ് യമൻ കിടക്കുന്നത്. യമനിലെ ഷീബയിൽ നിന്ന്, സബയിൽ നിന്ന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ആരാണ് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് തരിക? അല്ലേ? ആര് പറഞ്ഞു? ജിന്നു പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് തരാം. 1 മണിക്കൂർ നേരം വേണം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, നിങ്ങൾ വിധി പറയാനിരുന്ന് എല്ലാവർക്കും വിധിയൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറും ചില്ലറയും പോരാന്ന് പറഞ്ഞു.
قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي. അപ്പോഴാണ് അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ കിതാബുകളെ സംബന്ധിച്ച് വിവരമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, സുലൈമാൻ നബിയെ ഞാൻ കൊണ്ടുവരാം, എത്ര സമയം വേണമെന്നറിയോ? Within the blink of your eye, കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. ഒരു സെക്കൻഡിൽ താഴെ സമയമാണത്. ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നത് എത്ര പ്രാവശ്യം ചിമ്മി തുറക്കാം ഒരു സെക്കൻഡിൽ? കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. എവിടുന്ന് കൊണ്ടുവരണം? 3000-ലേറെ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുവരണം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി. ആ കൊട്ടാരം കൺമുമ്പിൽ കണ്ടു സുലൈമാൻ നബി അലൈഹിസ്സലാം. കൊണ്ടുവന്ന ആൾ പറയാൻ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. വലിയ കൊട്ടാരത്തെ മൂവ് ചെയ്തു. ഡിസ്റ്റൻസുകൾ മറികടന്ന് സമയത്തിന്റെ സർവമാന നിയമങ്ങളെയും ഭേദിച്ചുകൊണ്ട് വിത്തിൻ ലെസ് ദാൻ എ സെക്കൻഡ് ആ സിംഹാസനം, അവരുടെ ത്രോൺ ഇങ്ങ് ഫലസ്തീനിലേക്ക് എത്തുകയാണ്. കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും. വിശുദ്ധ ഖുർആനാണ് ഈ സംഭവം പറഞ്ഞത്. ഞാൻ പറയുന്നത്, നമ്മൾ പറയും സുലൈമാൻ നബി അള്ളാഹുവിന്റെ റസൂലല്ലേ, അള്ളാഹുവിന്റെ നബിയല്ലേ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നാൽ പോരായിരുന്നോ? അങ്ങനെ ചിന്തിക്കാലോ? ഇപ്പൊ സ്വഹാബത്തിന്റെ ചില മുഅ്ജിസത്തുകൾ കാണുമ്പോൾ അള്ളാഹ് ഇങ്ങനത്തെ മുഅ്ജിസത്തൊന്നും അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ ജീവിതത്തിലുണ്ടായ മഹാത്ഭുതങ്ങളും കറാമത്തുകളും കാണുമ്പോൾ ഇതൊന്നും സ്വഹാബത്തിന് ഉണ്ടായിട്ടില്ലല്ലോ, ഇതൊന്നും നബി തങ്ങൾക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. എന്തെന്നറിയോ? ഇതിൻ്റെയൊക്കെ അവകാശം പോയി കിടക്കുന്നത് അഷ്റഫുൽ ഖൽക്കിലേക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വഹാബിമാരിലൂടെ ദീൻ കിട്ടിയവർ, താബിഈങ്ങളുടെ കിട്ടിയവർ, അവിടുത്തെ പരമ്പരയിലൂടെ വന്നവർ, ഈ ദീനിന്റെ വെളിച്ചം എത്ര പിന്നോട്ട് പോകുന്നുവോ അവരൊക്കെ സ്വീകരിച്ച വെളിച്ചം നബിതങ്ങളിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ ഏത് കറാമത്തുകൾ സംഭവിച്ചതാകട്ടെ, ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം, ചൊല്ലുന്ന ദിക്റല്ലേ, വിഷമാ കുടിച്ചത്, ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വഹാബത്തിന് നടന്ന കറാമത്ത് ആർക്ക് കിട്ടുന്ന അഭിമാനമാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ തിരുശേഷിപ്പുകളാണ്. അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണമെന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ, അതും ഒരു മനുഷ്യൻ. സുലൈമാൻ നബിക്ക് ജിന്നുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഷയാത്തീൻ, പിശാചുക്കൾ പോലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സേവകരായിരുന്നു. പിശാചുക്കളെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ആളുകളാ പിശാചുക്കൾ. അവർ പോലും ഖാദിമീങ്ങളായി ജോലി ചെയ്തിട്ടുണ്ട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനത്തെ നബിക്ക് നിങ്ങൾ ആരാ കൊണ്ടുവരാന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചെയ്തു കൊടുത്തത് ആരാ? ഒരു ശിഷ്യനാ. ഒരു ശിഷ്യനത് ചെയ്താൽ അള്ളാഹ്, അപ്പൊ ഗുരുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് മനസ്സിലാക്കാനാ ഖുർആൻ ഒരു ശിഷ്യന്റെ ചരിത്രം സുലൈമാൻ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ശിഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അള്ളാഹു ജല്ല ജലാലു പറയാ, ഈ ഖുദ്റത്തിന്റെ കുറവിടം അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ ഇതൊക്കെ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുമായി ലിങ്ക് ചെയ്യുന്നതാണ്, അവരുടെ മുഅ്ജിസത്തുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണ് സംസാരിക്കാൻ കഴിയാത്ത ഭാഷകൾ സംസാരിക്കുക എന്നത്. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിന്റെ ഭാഗമായിരുന്നു കാറ്റിലൂടെ സഞ്ചരിക്കാൻ പറ്റുക. സുലൈമാൻ നബി സഞ്ചരിച്ചു. ഒരു മാസം എടുക്കുന്ന യാത്ര രാവിലത്തെ ഒറ്റ പോക്കിലെത്തും സുലൈമാൻ നബി അലൈഹിസ്സലാം. വൈകുന്നേരങ്ങൾ കാറ്റിലൂടെ യാത്ര ചെയ്തു വന്നാൽ, ഇതൊക്കെ നമ്മുടെ പ്രീ എയർക്രാഫ്റ്റ് പീരീഡ് അല്ലെ, വിമാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാലങ്ങൾക്ക് മുമ്പ് വായുവിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ സഞ്ചരിച്ചത്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. അൻത്വാക്കിയയിലേക്ക് സ്വാദിഖ്, അതുപോലെ സ്വദൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിമ, ഈ രണ്ട് മഹാന്മാർ ഈസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു കൊടുക്കുകയാണ്. അവർ ഉറങ്ങുന്നു, ഫലസ്തീനിൽ ഉറങ്ങുന്നു. ഉണർന്നത് അൻത്വാക്കിയയിലാണ്. മാത്രമല്ല ഫകല്ലമ കുല്ലു വാഹിദിൻ സാഹിബഹു ബിലുഗത്തിൽ ഖൗം, അവിടെ എത്തിയപ്പോൾ ടർക്കിഷ് ഭാഷയിലാണ്, തുർക്കിക്കാരുടെ ഭാഷയിലാണ് രണ്ടുപേരും സംസാരിച്ചത് തന്നെ. ഫലസ്തീനിന്റെ ഭാഷ അന്ന് ഹിബ്രു ആണ്, പക്ഷെ അവർ സംസാരിച്ചത് തുർക്കിയുടെ ഭാഷയിലാണ്.
ഇതൊക്കെ നടന്നത് വളരെ ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ്. ഇത് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണ്. ശിഷ്യന്മാർക്കത് സംഭവിച്ചാൽ ഈസ നബി അലൈഹിസ്സലാം എത്രയാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായം ചെയ്തിട്ടുണ്ട്, ശക്തി പകർന്നിട്ടുണ്ട് സയ്യിദുന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. അപ്പോൾ സ്വാദിഖൻ വ സദൂഖ ഈ രണ്ടുപേരെയും അവരെ അന്ത്വാഖിയയിലേക്ക് പറഞ്ഞയച്ചു ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവരങ്ങോട്ട് ചെല്ലുകയാണ്. അത് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ഞാൻ എവിടേക്കാണ് പോവേണ്ടതെന്ന്, എങ്ങോട്ടാണ് ഞാൻ മുന്നിടേണ്ടതെന്ന് തീരുമാനിച്ച് അവരായിട്ട് പോവുകയാണെന്നർത്ഥം. ആടുകളെ മേച്ചു നടക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് ഹബീബുൻ നജ്ജാർ, സ്വാഹിബു യാസീൻ എന്നാണ് അറിയപ്പെടുക. ഹദീസിലൊക്കെ വരൽ അങ്ങനെയാണ്, സ്വാഹിബു യാസീൻ. യാസീനിൽ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞ വജാഅ മിൻ ഖസൽ മദീനതി റജുലുൻ യസ്ആ. ആ നഗരത്തിന്റെ ഈമാൻ കിട്ടിയതിന്റെ ശേഷം, ഈമാനുള്ള ആ നഗരത്തിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ വന്നപ്പോ ഗ്രാമം എന്ന പേര് മാറ്റി അല്ലാഹു മദീന എന്ന പേര് കൊടുത്തു. ഖറിയ എന്ന് മാറ്റിയിട്ട് മദീന എന്ന് കൊടുത്തു. ആ മദീനയുടെ ഒരു അറ്റത്ത് നിന്നും ഓടി വന്ന ഒരു മനുഷ്യൻ, അതാരാണ്? ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസഹ ഉമ്മതഹു ഹയ്യം വ മയ്യിത. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഒരു സമൂഹത്തിന് പ്രബോധനം ചെയ്ത ആളാണ് ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. മരിച്ചിട്ട് ദഅവത്ത് ചെയ്ത ആളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിന്റെ 26, 27 ആയത്തുകൾ അതാ പറയുന്നു. ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. സമൂഹം അവരെ തല്ലിക്കൊല്ലുകയാണ് ഉണ്ടായത്. വളരെ നിഷ്ഠൂരമായി വധിക്കപ്പെട്ട ഒരു വലിയ മഹാനാണ് ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. ഈസ നബിയുടെ കാലക്കാർ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു 500 വർഷം മുമ്പ് നടന്ന ചരിത്രമാണ് ഖുർആനിൽ പറയുന്നത്. ഈ ചരിത്രം പറയുന്നത് തന്നെ ഖുർആന്റെ ഒരു അത്ഭുതമാണ്. കാരണം അന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല മക്കയിൽ. ഈ ചരിത്രം ഫലസ്തീനിൽ നടക്കുന്ന ഈ ചരിത്രം എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്? ബിവാസിതത്തുൽ വഹി, അല്ലാഹു നൽകുന്ന റെവലേഷൻ അല്ലാതെ മറ്റൊന്നും അവിടെ വഴിയില്ല. നബിതങ്ങളുടെ ചരിത്രം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ നബിതങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹുവിന്റെ വാക്ക് റബ്ബിന്റെ വാക്കാണെന്ന് മനസ്സിലാകുന്നതും അങ്ങനെയാണ്. അത് അതിന്റെ ഒരു അടയാളം കൂടിയാണ്. നബിതങ്ങൾക്ക് എങ്ങനെയാണ് ചരിത്രം കിട്ടുക? അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ സ്വാഹിബു യാസീൻ ചെറിയ കൊച്ചു ആട്ടിൻ പറ്റങ്ങളെ മേച്ച് നടക്കുകയാണ്. അങ്ങനെ മേച്ച് നടക്കുമ്പോൾ ഇവ രണ്ടുപേരും ചെന്നു. അവരുടെ പേര് സ്വാദിഖ്, അതുപോലെ തന്നെ സദൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിം, അല്ലെങ്കിൽ അലൈഹിമുസ്സലാം. അവർ രണ്ടുപേരും ചെന്ന് ഫദഊഹു ഇലല്ലാഹ്, ആട്ടിടനെ കണ്ടു. അവർ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. മനസ്സിലാക്കുക, ആരെപ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്? ഒരു എഞ്ചിനീയർ, ഡോക്ടറെ കിട്ടിയാൽ കൊണ്ടുവരാം, അങ്ങനെയൊന്നുമല്ല. വളരെ നമ്മൾ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ. ഒരു വച്ചപ്പ വൃദ്ധനായ, ഒരു 80 കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ റോഡിൽ ഇരിക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് ചെന്നിട്ടും ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. അയാളുടെ അരികെ ചെന്നിട്ടും അള്ളാഹുലേക്ക് അവരെ ക്ഷണിക്കാം. ഒരു വൃദ്ധനായ മനുഷ്യൻ ആടുകളെ മേച്ച് നടക്കാൻ, അവരുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ നഹ്നു റസൂല ഈസ അലൈഹിസ്സലാം നദ്ഉക ഇലാ ഇബാദത്തില്ലാഹ്, ഞങ്ങൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ ദഅവത്ത് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറയാൻ ഞങ്ങൾ വന്നതാണ്. കാരണം അന്ന് അവിടത്തുകാർ ബിംബാരാധകരാണ്. അദ്ദേഹം ചോദിച്ചു, സ്വാഭാവികമായും നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണെങ്കിൽ മുഅ്ജിസത്ത് വേണം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നബിമാരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അമാനുഷികമായ വല്ല സിദ്ധിയും വല്ല കഴിവും നിങ്ങൾക്കുണ്ടോ എന്ന് കാണിക്കണം. പ്രവാചകന്മാർ മുഴുവനും ഇങ്ങനെ ചാലഞ്ച് ചെയ്യപ്പെട്ടവരാണ്. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന് അങ്ങനെയാണ് ആ മിറക്കുലസ്റ്റിക്, ആ അത്ഭുതകരമായ വടി അള്ളാഹു കൊടുക്കുന്നത് അങ്ങനെയാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒട്ടകം ഉണ്ടായത് അങ്ങനെയാണ്. മുഅ്ജിസത്താണ്, മിറക്കിൾസ്. വിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ, ഇനി നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന മുഅ്ജിസത്ത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഅ്ജിസത്തുകളൊക്കെ തീർന്നുപോയി, കാണാൻ പറ്റുന്നില്ല. മുഅ്ജിസത്തായിട്ട് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, വിശുദ്ധ ഖുർആനാണ്. അദ്ദേഹം ചോദിച്ചു, മുഅ്ജിസത്ത് എന്താ? മുഅ്ജിസത്ത് കാണിക്കണം.
അവർ പറഞ്ഞു നഹ്നു നശ്ഫിൽ മർദാ, ഞങ്ങൾ രോഗികൾക്ക് ശിഫ കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാരണം ശിഫ കിട്ടും. ആ വാക്കിന്റെ ഒക്കെ അർത്ഥം അത്രയേ ഉള്ളൂ. അവര് കാരണം ശിഫ കൊടുക്കുന്നവരാരാണ്? അല്ലാഹു ജല്ല ജലാലുഹു ആണ്, അല്ലേ? സയ്യിദന മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലേ അല്ലാഹുവിനോട്, യാ അല്ലാഹ് അമാ അൻത ഷാഫി, ഓർക്കുന്നില്ലേ, നീയല്ലേ പടച്ചവനെ ഷാഫി, ശിഫ കൊടുക്കുന്നവൻ? ബലായ മൂസ നബിയെ, ഞാൻ തന്നെയാണ് ശിഫ കൊടുക്കുന്ന ആൾ. ഫമാ ബാലുൽ അത്തിബ്ബ, എന്നാ പിന്നെ എന്തിനാ ഈ ഡോക്ടർമാർക്കൊക്കെ പണി? നീയാണ് ശിഫ കൊടുക്കുന്നതെങ്കിൽ ഈ ഡോക്ടർമാർക്ക് എന്താണ് പണി? സയ്യിദന മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, യഅ്കുലൂന അർസാഖഹും, ഡോക്ടർമാർ അവരുടെ ഭക്ഷണം തിന്നാണ്. എഞ്ചിനീയർമാർക്ക് അവരുടെ ജോലി ചെയ്താൽ ശമ്പളം കിട്ടൂ. ഡോക്ടർമാർ അവരുടെ ഒരു ജോലി ചെയ്യാണ്. യഅ്കുലൂന അർസാഖഹും, അത് മാത്രമല്ല വയുതയ്യിബൂന ഖുലൂബ ഇബാദി ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖളാഇ, അത് മാത്രമല്ല എൻ്റെ രോഗികളുടെ മനസ്സിന് ആശ്വാസം കൊടുക്കാനും അവർക്ക് കഴിയും. ആർക്ക്? ഡോക്ടർമാർക്ക്. ഏതുവരെ? ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖളാഇ, ഒന്നുകിൽ അവരുടെ രോഗം ഞാൻ മാറ്റി കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ ഖളാ, മരണമായിരിക്കും. അത് സംഭവിക്കുന്നത് വരെ രോഗിക്കൊരു ആശ്വാസം ഉണ്ടാവും. എന്താ? ഡോക്ടറെ കണ്ടിട്ടുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ സുഖാവുന്ന പ്രതീക്ഷിക്കുകയാണ്. 2 മാസം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 മാസം കഴിഞ്ഞ് ഇയാൾ മരിക്കാം, 2 മാസം കഴിഞ്ഞ് ശിഫ കിട്ടാം. പക്ഷെ അതുവരെ രോഗിക്കൊരു ആശ്വാസം കൊടുക്കുന്ന പണി ഇപ്പം ആരാ ചെയ്തത്? ഡോക്ടറാണ്. ശിഫ തരുന്നവൻ ആരാ? അള്ളാഹുവാണ് ശിഫ തരുന്നത്. മൂസ നബി അത് ഉറപ്പാ, സംശയമല്ല. പക്ഷെ ഇവർക്ക് ജോലി വേണ്ടേ? അവരുടെ റിസ്ക് തിന്നുകയാണ്. അപ്പോ നശ്ഫിൽ മർദാ, ഇവർ പറഞ്ഞ പ്രയോഗം അതാ, നശ്ഫിൽ മർദാ, ഞങ്ങൾ രോഗത്തെ ശിഫയാക്കും, ഞങ്ങൾ രോഗികൾക്ക് ശിഫ കൊടുക്കും. പ്രവാചകന്മാരത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ? ശിഫ കൊടുക്കുന്നവൻ ഷാഫി അല്ലാഹുവാൻ, ഞങ്ങൾ അതിന്റെ കാരണക്കാരാണ്. ഞങ്ങൾ കാരണം അള്ളാഹു ശിഫ തരും. അത്ര ഈ മരുന്ന് കാരണം, ഡോക്ടർ കാരണം അള്ളാഹു ശിഫ തന്നു. ശിഫ തരുന്നവനാരാ? അള്ളാഹു ജല്ല ജലാലുഹു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. നഹ്നു നശ്ഫിൽ മർദാ, രോഗികൾക്ക് ശിഫ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് സ്വാദിക്കുന്നവരും സ്വദൂഖെന്നവരും പറഞ്ഞു. അബു ഹബീബുൻ നജ്ജാർ എന്നവർ കാന ലഹു ഇബ്നുൻ മജ്നൂൻ, ഭ്രാന്ത് രോഗം പിടിപെട്ട, ജുനൂൻ പിടിപെട്ട ഒരു മകനുണ്ട് ഹബീബുൻ നജ്ജാർ എന്നവർക്ക്. ഭ്രാന്താണ് അസുഖം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത്ര അസുഖങ്ങളൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താ മുഅ്മിനെ, നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഞരമ്പ് ഷോർട്ടായാൽ കഴിഞ്ഞില്ലേ? നമ്മൾ വസ്ത്രം എടുക്കാതെ റോട്ട് കൂടെ ഇറങ്ങി ഓടിയെന്ന് വരൂലേ? നമുക്കറിയോ നമ്മൾ പറയണത് എന്താ, ചെയ്യുന്നതെന്താ? ഭ്രാന്ത് പിടിച്ചാൽ എന്താണ് അല്ലേ? യാ അല്ലാഹ്, ജുനൂൻ. ജന്ന എന്ന വാക്കിൽ നിന്ന് ജുനൂൻ എന്ന് വരികയാണ്. ജന്ന എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു മറ എന്ന് പറഞ്ഞൊരു അർത്ഥം വരും. ജുനൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറയിടുന്നതാ ഭ്രാന്ത്. ജിന്ന് എന്ന് പറഞ്ഞാൽ മറഞ്ഞ് നമ്മുടെ കണ്ണിൽ കാണാത്തവരാ ജിന്നുകൾ. അതുകൊണ്ടാ ജന്ന. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിചയാണ്. ശത്രുവിന്റെ വാളിന്റെ വെട്ടിനെതിരെ മറയായി നിൽക്കുന്ന സാധനം ജുന്ന. കാന ലഹു ഇബ്നുൻ മജ്നൂൻ, ഭ്രാന്ത് പിടിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചെന്നു, സ്വാദിക്കുന്നവരും സ്വദൂഖെന്നവരും. ഫമസഹാഹ്, രണ്ടുപേരും ആ കുട്ടിയെ ഒന്ന് തടവി കൊടുത്തു. ഫഖാമ ബിഇദ്നില്ലാഹി സ്വഹീഹാ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ എല്ലാ രോഗവും ശിഫയായി ആരോഗ്യവാനായി ആ കുഞ്ഞങ്ങ് എഴുന്നേറ്റ് നിന്നു. ഫആമന റജുലു ബില്ലാഹ്, ഇത് കണ്ടപ്പോൾ അല്ലാഹുവിൽ ഷഹാദ ചൊല്ലി വിശ്വസിച്ചു മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു. വിശ്വാസത്തിന് മുഅ്ജിസത്ത് വലിയൊരു ഘടകമാണ്. അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. അത് സജ്ജനങ്ങളായ ആളുകൾ ചെയ്യുന്നതാണ് നമ്മൾ കറാമത്ത് എന്ന് പറയുന്നത്. സ്വാലിഹീങ്ങളിലൂടെ കാണുന്നതിനെ കറാമത്ത് എന്ന് പറയാം. അത്ഭുതമെന്ന് ഞാൻ ആ വാക്കിനെ അങ്ങനെ പറയുന്നില്ല. കാരണം അത്ഭുതം പലർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരും. പിശാചിന്റെ സേവയുള്ള ആൾക്കാർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള, അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരു സാത്വികരായ ഒരാളിൽ നിന്ന് ഒരു കറാമത്തുണ്ടായി കഴിഞ്ഞാൽ ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് അത് ഈമാൻ ലഭിക്കാൻ കാരണമാണ്.
അതുകൊണ്ടാണ് 600-700 വർഷം ഇന്ത്യയിൽ നമ്മുടെ മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ടല്ലോ. ഡൽഹി സൽത്തനത്ത്, മുഗൾ രാജാക്കന്മാർ 600-ലേറെ വർഷം, 6 നൂറ്റാണ്ട് ഭരിച്ചിട്ടും ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ് അല്ലേ? 6 നൂറ്റാണ്ടൊക്കെ രാജാക്കന്മാർ ഭരിച്ചാൽ അവിടെ ഒരു കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പൽഷനിലൂടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യം മൊത്തം ഒരേ മതത്തിന് കീഴിൽ വരാൻ 600 കൊല്ലൊന്നും വേണ്ട. പക്ഷേ ഇസ്ലാം ഇന്ത്യയിൽ വ്യാപരിച്ചത് മഹാനായ അജ്മീർ ഷെയ്ഖ് മഹാനായ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ കറാമത്തുകൾ കണ്ടതിന്റെ ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതിന് മുമ്പ് ഒരുപാട് മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാനായ നിസാമുദ്ദീൻ ഔലിയെ പോലെയുള്ളവർ, മഹത്തുക്കളായ ഒരുപാട് ആളുകൾ, അഹ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവരെ പോലെയുള്ള മഹത്തുക്കളുടെ ജീവിതം, അവരുടെ വ്യക്തിത്വം, അവരുടെ കറാമത്തുകൾ, ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചത്. ഇസ്ലാം വർദ്ധിച്ചത് അവരെ കൊണ്ടാണ്, ഭരണാധികാരികളെ കൊണ്ടുണ്ടായിട്ടില്ലല്ലോ. അത് ചരിത്രത്തിലൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു അല്ലാഹുവിനോട്, യാ അല്ലാഹ് റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത, എങ്ങനെയാ പടച്ചവനെ നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, എനിക്കൊന്ന് കാണിച്ചു തരുമോ? മരിച്ചവരെ ജീവിപ്പിക്കുമല്ലോ പടച്ചവനെ നീ, അതെനിക്ക് പച്ചയിൽ കാണിച്ചു തരുമോ? റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത. ആര് ചോദിച്ചു? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ മറുപടി എന്താ? ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ഈമാനില്ലയോ, വിശ്വസിച്ചിട്ടില്ലേ? ബലാ യാ റബ്ബ് ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഈമാനുണ്ട് പടച്ചവനെ, പക്ഷെ എൻ്റെ ഈമാനിൽ ഒരു തുമഅനീനത്ത് കിട്ടുന്ന ഈമാനായിട്ട് ഇതിനെ മാറണം. ആശ്വാസപ്പെടുന്ന, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആശ്വാസം ആഴ്ന്നിറങ്ങുന്ന ഒരു വിശ്വാസമായിട്ട് എൻ്റെ ഇത് മാറണം. അതൊരു അത്ഭുതം കാണിച്ചതാ. അപ്പോഴാ ഖുദ് അർബഅതൻ മിനത് ത്വയ്ർ, 4 പക്ഷികളെ പിടിച്ചോളൂ, ആ 4 പക്ഷികളെയും അറുത്തോളൂ, അവയുടെ മാംസം 4 പക്ഷിയുടെയും നിങ്ങൾ മിക്സ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ അതിലെ ഓരോ 4 ബഞ്ചുകളായി, 4 സെറ്റുകളായി 4 മലയുടെ മുകളിൽ കൊണ്ടുപോയി ഇട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ വിളിച്ചേക്കൂ, പക്ഷികളെ ഓടി വരിന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് പാറി വരുന്നത് കാണാൻ കഴിയും. ഇത് കണ്ടു സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുൽ ഈമാനുള്ള നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 16 വയസ്സുള്ളപ്പോഴാ തീയിലേക്ക് എറിയപ്പെട്ടത്. അന്ന് നബി ആയിട്ടില്ല. അന്ന് പറഞ്ഞതാ, എന്റെ റബ്ബിനെ അറിയാമല്ലോ ഞാൻ എവിടെയാ കിടക്കണത്, ഞാൻ ചോദിക്കൂല എന്നെ രക്ഷപ്പെടുത്താൻ, അള്ളാഹ് ഇഷ്ടമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിക്കോട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞ മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ടീനേജർ ആണെന്ന്, 16 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നബിയായി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദൃഷ്ടാന്തം ചോദിച്ചു. എന്തിനെന്നറിയോ? ലിയത്മഇന്ന ഖൽബി, ഹൃദയത്തിൻ്റെ ഈമാൻ വർദ്ധിക്കാൻ, ഹൃദയത്തിലെ ഈമാനിന് ഒരു ശാന്തത കൈവരാൻ. മുഅ്ജിസത്തുകളും കറാമത്തുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ അവരുടെ കൂടെ ജീവിക്കുകയോ അവരുടെ ജീവിതം ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരുപാട് മഹാത്ഭുതങ്ങൾ കാണാൻ പറ്റുകയോ ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കും. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ഉസ്താദിന് എത്രയും പെട്ടെന്ന് റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. അത് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ കൂടെയൊക്കെ അത്ഭുതങ്ങൾ കണ്ട ആളുകളുണ്ട്, അനുഭവിച്ച ആളുകളുണ്ട്, അനുഭവിച്ച ചരിത്രങ്ങളുണ്ട്. അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ഖുദ്റത്തിലും അള്ളാഹുവിന്റെ അജയ്യമായ ശക്തിയിലുമുള്ള വിശ്വാസം അവർക്കുള്ള പോലെ അപ്പുറത്ത് കേട്ടിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ കേൾക്കുക മാത്രം ചെയ്തവർ, കണ്ടിട്ടില്ലാത്തവർ, അനുഭവിക്കാത്തവർ അവർക്കുണ്ടാവില്ല. സ്വാഭാവികമാണ്. മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് സമുദായങ്ങൾ ചോദിക്കാനുണ്ടായ കാരണം അതാ. ഈമാനിലേക്ക് വന്നതിന് ശേഷവും മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്? ലിയസ്ദാദു ഈമാനം ബഅദ ഈമാനിഹിം, ഈമാനിന് ശേഷം പിന്നെയും ഈമാൻ അവർക്ക് വർദ്ധിക്കാൻ വേണ്ടി. അങ്ങനെയാ ഹുദൈബിയ സന്ധിയിലെ ഹുദൈബിയയിലെ കിണറ്റിൽ വെള്ളമില്ലാതിരുന്നപ്പോ ആ കിണറ്റിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുകയാണ് ഉണ്ടായത്. ആ വെള്ളം നിറഞ്ഞു വന്നു ഹുദൈബിയയിലെ കിണർ. സ്വഹാബത്ത് കാണുകയാണ്, സ്വഹാബത്ത് കണ്ണുകൊണ്ട് കാണാൻ. അങ്ങനെ ഉണ്ടാകുന്ന ഈമാനിന്റെ ഒരു കനം മുഅ്ജിസത്തോ കറാമത്തുകളോ കാണാത്തവർക്കുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും. ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇത് കാണുന്നവർക്ക് ഈമാൻ വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു മുഅ്ജിസത്ത് നമ്മുടെ കൺമുമ്പിൽ നൽകിയതാ പരിശുദ്ധമായ ഖുർആൻ.
ഈ മുഅ്ജിസത്ത് കാണുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ, ഇത് അറിയുമ്പോൾ നമ്മുടെ ഈമാനൊക്കെ എത്ര കൂടണമെന്ന നമ്മൾ വിചാരിക്കുന്ന. ഒരു നബിന് മുമ്പിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ. നമ്മുടെ മുമ്പിൽ വലിയൊരു മുഅ്ജിസത്ത് തന്നു പോയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിതാബ് അല്ലാഹി വസുന്നത റസൂലി, അല്ലാഹുവിന്റെ കിതാബും എൻ്റെ ചര്യയും, വഅഹ്ലു ബൈതി, എൻ്റെ കുടുംബവും എൻ്റെ കുടുംബ പരമ്പരയും നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ കാത്തുകൊള്ളണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാത്ഭുതങ്ങളാണ്. അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും മനസ്സിലാക്കാൻ, ദീൻ മനസ്സിലാക്കാൻ, ഈമാൻ വർദ്ധിക്കാൻ. ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി ചെറിയ ആട്ടിൻപറ്റത്തിന്റെ ഒരു കൂട്ടത്തെ മേയ്ക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മുഅ്ജിസത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ സുഖമില്ലാതെ കിടന്ന കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രോഗം ചികിത്സിക്കാൻ പറ്റും, ശിഫയാക്കി തരാൻ പറ്റും. ഫമസഹാ, അവരെ തടവി കൊടുക്കുകയാണ് ഉണ്ടായത്. ഫഖാമ ബിഇദ്നില്ലാഹി സുഹൈഹ, രോഗം മാറി ആ കുട്ടി എഴുന്നേറ്റ് നിന്നു. ഉടനെ അവർ മുസ്ലിമാവുകയും ചെയ്തു. മഹാനായ ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി. ഹുവല്ലദീ ജാഅ മിൻ അഖ്സൽ മദീനതി യസ്ആ, ഈ ആളെ സംബന്ധിച്ചാണ് വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ എന്ന് പറഞ്ഞ ആയത്തിൽ ഒരാൾ അവിടെ നിന്ന് ഓടി വന്നു എന്ന് പറഞ്ഞ ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ഇങ്ങനെ മുസ്ലിമായ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നിവരെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അന്ത്യോഖിയയിലെ രാജാവ് അന്തീഖസ് ഇബ്ൻ അന്തീഖസ്, അദ്ദേഹം മഹാന്മാരായ സ്വാദിഖ് സദൂഖ് എന്നു പേരുള്ള 2 ഈസാ നബി അലൈഹിസ്സലാമിന്റെ അപ്പോസ്തലന്മാർ നാട്ടിലേക്ക് എത്തിയ വിവരം അദ്ദേഹം കേൾക്കാനിടയായി. മഹാനായ വഹബ് ഇബ്ൻ മുനബ്ബിഹ് റഹ്മഹുല്ലാഹ് ഈ സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. രാജാവ് ആളയച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ ഇവർ ചെയ്യുന്നത് രാജാവ് കേൾക്കാനിടയായി. ഒരുപാട് ആളുകൾക്ക് രോഗശമനമുണ്ടായി. കാരണം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്തിന്റെ ഒരു ഭാഗം തന്നെ അന ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ് വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത്, അമാനുഷികമായ കഴിവ്. നബിയാണെന്ന് തെളിയിക്കാൻ അല്ലാഹു നൽകിയ കഴിവെന്താ? ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ്. അക്മഹ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ. അബ്റസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗമുള്ള ആൾ, കുഷ്ഠരോഗമുള്ള ആൾ, ലെപ്രസി ബാധിച്ച ആളുകൾ. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, അവർക്കൊക്കെ ശിഫയാക്കാനും വഉഹ്യിൽ മൗതാ, മരിച്ചു കിടക്കുന്ന മനുഷ്യന് ജീവൻ കൊടുക്കാനും. എങ്ങനെ? ബിഇദ്നില്ലാഹ്, ഈസാ നബിയുടേതായ കഴിവ് കൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ. ക്രിസ്ത്യാനികൾക്ക് പിഴച്ചത് ഇവിടെയാണ്. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചവർ അറിഞ്ഞ ചരിത്രത്തിൽ അവർ പഠിച്ചവരാണ്. ഇഷ്ടം പോലുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ പോകുന്ന സമയത്ത് ഒരു വൃദ്ധയായ ഉമ്മ കരഞ്ഞില്ലേ, ഭയങ്കര കരച്ചില്. ഉമ്മ, എന്തിനാണ് ഈ കരച്ചിൽ? ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഒന്നുമില്ല, യാ നബി അല്ലാഹ്, മാത ഇബ്നുഹുൽ വഹീദ്, ഒരേ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ, ആ മോൻ മരിച്ചതാണ്. എന്തെയ്തു? മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അവരോട് മറവ് ചെയ്യല്ലേ, എന്നെ കാത്തിരിക്കാൻ വേണ്ടി പറയൂ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെന്നു. പള്ളിക്കാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, താഴെ വെക്കിൻ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുകയാണ്. ഖും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരുന്നില്ലേ? ഉടനെ കൊണ്ടുവരും, ഇദ്ദേഹത്തിന് ഉടുക്കാനുള്ള വസ്ത്രം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കാരണം കഫൻ ചെയ്ത് കൊണ്ടുപോകല്ലേ. വസ്ത്രം കൊണ്ടുവന്നു. ഇയാൾ എഴുന്നേറ്റിരുന്നു. ആ ഉമ്മങ്ങ് സന്തോഷിച്ചു. ആൾക്കാർ പറഞ്ഞു, എന്നാലേ മയ്യത്ത് കെട്ടിൽ നീ തന്നെ കൊണ്ടാക്കി പള്ളിയിലേക്ക്, ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ മയ്യത്ത് കെട്ടിൽ സ്വന്തം ചുമലിൽ വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രം. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത നബിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉഹ്യിൽ മൗത, ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു, ബിഇദ്നില്ലാഹ്, അള്ളാന്റെ സമ്മതത്തോടുകൂടെ ഞാൻ ചെയ്യും. ക്രിസ്ത്യാനികൾ അതങ്ങ് മാറ്റിവെച്ചു. മരിച്ചവരെ ജീവിപ്പിക്കണമെങ്കിൽ പടച്ചവനല്ലേ കഴിയുള്ളൂ, അതുകൊണ്ട് ഇത് പടച്ചവനായിരിക്കണം. ബിഇദ്നില്ലാഹ്, അള്ളാന്റെ അനുമതിയോടുകൂടെ. ഞാനല്ല അള്ളാഹു, ഞാനല്ല പടച്ചവൻ. ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും ശിഫയാക്കുന്നവരും ആരാണ്? അള്ളാഹുവാണ്. പക്ഷെ ഭൂമിയിൽ അതിന്റെ കാരണങ്ങൾ ഉണ്ടായേക്കാം. അള്ളാഹുവാണ് അതിന്റെ കാരണക്കാരൻ, റബ്ബാണ് ഇത് ശിഫയാക്കുന്നവൻ, ആ പണി ചെയ്യുന്നവൻ അള്ളാഹുവാണ്.
ഈസ നബി അലൈഹിസ്സലാമിന്റെ ഈ മുഅ്ജിസത്തുകൾ സ്വാദിഖ്, അതുപോലെ സദൂഖ്, ശലൂം, ഈ 3 മഹാന്മാരായ ദൂതന്മാരിലൂടെ കാണാൻ കഴിയും. അവർ ചെയ്യുന്നതാണ്. അന്ത്വാഖിയയിൽ ഒരുപാട് ആളുകൾക്ക് രോഗശമനം ലഭിക്കുകയുണ്ടായി. രാജാവ് വിവരമറിഞ്ഞു. അന്തിഖസ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഇവരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് വിഷയം ചോദിച്ചു. എന്തിനാ നിങ്ങൾ വന്നത്? ആരാ നിങ്ങൾ? നഹ്നു റസൂല ഈസ, ഞങ്ങൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാരാണ്. വമാ ആയതുകുമാ, നിങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ്? ഖാല, രണ്ടുപേരും പറഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ ആൾ വന്നിട്ടില്ല, രണ്ടാളേ ഉള്ളൂ. നുബ്രിഉൽ അക്മഹ വൽ അബ്റസ് വനുബ്രിഉൽ മരീദ ബിഇദ്നില്ലാഹ്. രോഗിക്ക് ശിഫ കൊടുക്കാൻ പറ്റും, വെള്ളപ്പാട് സുഖമാക്കാൻ പറ്റും, കാഴ്ചയില്ലാത്തവർ കണ്ണു കൊടുക്കാൻ പറ്റും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ. വനദുഊക ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളെ ക്ഷണിക്കാൻ ഞങ്ങൾ വന്നതാണ്. ഇത് കേട്ടപാടെ ബഹുദൈവ വിശ്വാസിയായ രാജാവ് ഫഹമ്മൽ മലികു ബിളർബിഹിമാ, ഇവരെ വധിച്ചു കളഞ്ഞാലോ എന്ന് രാജാവ് തീരുമാനിച്ചു. പക്ഷെ വധിച്ചില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു സിമ്പതി തോന്നി. ജയിലിലടച്ചു. 100 വീതം ഇവരടിച്ചു എന്നും ചരിത്രമുണ്ട്. 2 ദൂതന്മാർ, മഹാനായ പ്രവാചകന്മാർ തടങ്കലിൽ ആക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞു മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ നബി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്റെ മഹാന്മാരായ ദൂതന്മാരെ രാജാവ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യാൻ അവർ ആളില്ലെന്ന് മനസ്സിലായപ്പോ ഫഅർസല സാലിസൻ, മൂന്നാമതൊരാളെ പറഞ്ഞയച്ചു ഫലസ്തീനിൽ നിന്ന്. ആര്? മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ആ ഭാഗമാണ് ഖുർആൻ പറയുന്നത്. إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. 2 പേരെ നിയോഗിച്ചപ്പോ കദ്ദബൂഹുമ, ഈ 2 പേരെയും ജനങ്ങളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല, നബിമാരാണെന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമത്തെ ഒരാളെയും അയച്ചുകൊണ്ട് നാം അവർക്ക് ഇസ്സത്ത് കൊടുത്തു. ഫഖാലൂ, 3 പേരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന ദൂതന്മാർ തന്നെയാണ്. ഒറ്റടിക്ക് പറഞ്ഞതല്ല. അതിന്റെ വിശദീകരണം നമുക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടിയ ഹദീസിൽ നിന്ന് ലഭിക്കാം. ശലൂം എന്ന് പറയുന്ന മൂന്നാമനായ ആൾ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയച്ച മൂന്നാമത്തെ ദൂതൻ, അദ്ദേഹം വന്ന് അവിടെ പ്രവർത്തിക്കുന്ന രീതി ചരിത്രത്തിൽ വളരെ അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിയും. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തിലേക്ക് ഇടപെട്ടത്. എന്താണെന്നറിയോ? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഹിക്മത്തോടുകൂടെ ചെലവഴിക്കണം. തന്ത്രപരമായി, അതായത് കുബുദ്ധി എന്നല്ല ഇതിനർത്ഥം. നമ്മൾ ഈ തന്ത്രം എന്ന് അങ്ങനെ അർത്ഥം വെക്കരുത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തത്വജ്ഞാനത്തിലൂടെ, ജ്ഞാനബദ്ധമായി, വിജ്ഞാനം ഉണ്ടായിരിക്കെ, കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കെ, കുബുദ്ധിയില്ലാതെ എന്നാൽ തന്ത്രപരമായി. നല്ല സാരോപദേശം കൊടുത്തിട്ടും അങ്ങനെയാണ് അള്ളാന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്. അല്ലാതെ ക്ഷണിച്ച എന്താ വിഷയം എന്നറിയോ? സാധാരണക്കാരായ ആളുകൾ അവരിട്ടേച്ചോടും. അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനാണ് വിഷമം. അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിച്ച് ജനങ്ങൾ ഓടിപ്പോകും. അത് ആ പ്രബോധനം ചെയ്യുന്ന ആൾ ഞാൻ എങ്ങനെയാ പ്രബോധനം ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നാൽ, നമ്മളിപ്പോൾ ഇസ്ലാമിലേക്ക് ചില ആളുകളെ ക്ഷണിച്ചെന്ന് വരും, അവൻ വിശ്വസിച്ചില്ല, നമ്മൾ ആകെ അപ്സെറ്റ് ആവും. പടച്ചോനെ, ഞാൻ ഇത്ര വേദന സ്വീകരിച്ചില്ലല്ലോ. നമ്മൾ ആ പറഞ്ഞു കൊടുത്ത ട്യൂൺ, അതിൻ്റെ ടോൺ ശരിയായിട്ടുണ്ടാവില്ല. അതിൻ്റെ ശൈലിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ സ്വീകരിക്കാനുള്ള വിഷമം വരിക. പിന്നെ എല്ലാവരും എല്ലാം സ്വീകരിച്ചോണമെന്നില്ലല്ലോ, നമുക്ക് പറയാനേ പറ്റുള്ളൂ. എല്ലാവരും എല്ലാം സ്വീകരിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ലോകത്ത് എല്ലാവരും എന്നേ മുസ്ലിം ആയേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ എല്ലാവരും മുസ്ലിം ആയേനെ. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ നിഷ്പക്ഷരായ ആളുകൾക്ക് ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ പ്രബോധകന്മാർ ചെയ്യേണ്ട രീതി ഹിക്മത്തിന്റെ രീതിയാണ്. ശലൂം എന്ന് പറയുന്ന മൂന്നാമൻ എങ്ങനെയാണ് ഇടപെട്ടത്? ഈസ നബി അലൈഹിസ്സലാം അയച്ചു ശംഊൻ സഫ, അവരുടെ പേരതാണ് ശംഊൻ സഫ. ഈസ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യന്മാരിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് മഹാനായ ശംഊൻ സഫ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആളറിയാതെ വന്നു, രാജാവിന്റെ കൂടെ ജീവിക്കുകയാണ്. ഹത്താ തമക്കന മിൻഹും,
നാട്ടിലേക്ക് കടന്നു വന്നു. രാജാവിന്റെ കൊട്ടാരവുമായി ബന്ധമുള്ള ആളുകളുമായൊക്കെ ഇടപഴകി, അവരുമായൊക്കെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു, സൗഹൃദ ബന്ധമുണ്ടായി. അങ്ങനെ വസ്തഅനസൂബിഹി, ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായി അദ്ദേഹം മാറി. അദ്ദേഹം റസൂലാണെന്നോ ഞാൻ അള്ളാഹുലേക്ക് നിങ്ങൾ ക്ഷണിക്കാമെന്ന ആളാണോ ഒന്നും പറഞ്ഞില്ല. ആദ്യം അവരുടെ ഒരാളായിട്ട് അങ്ങ് കൂടി. വസ്തഅനസൂബിഹി വറഫഉ ഹദീസഹു ഇലൽ മലിക്, രാജാവിനോട് രാജാവിന്റെ ജോലിക്കാർ ആളുകളൊക്കെ പറഞ്ഞു, നല്ലൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ശലൂം, ഫലസ്തീനിയാൻ, നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെട്ടുകൂടെ എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. രാജാവിനോട് തന്ത്രപരമായി വിഷയങ്ങൾ ഇടപെട്ടു. രാജാവിന് അദ്ദേഹത്തിന്റെ സംസാരം ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ രാജാവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. രാജാവിനോട് ഒരിക്കൽ ചോദിച്ചു, ശലൂം എന്നവർ ചോദിച്ചു, ബലഗനി, ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അള്ളാഹുലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന രണ്ടാളെ നിങ്ങൾ പിടിച്ച് ജയിലിലടച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. ഇപ്പൊ രാജാവ് പറഞ്ഞു, എന്തിനാണ് ഇവർ വന്നത്, ആരാണ് ഇവർ അയച്ചത്, എന്തൊക്കെയാണ് ഇവരുടെ മെസ്സേജ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ രാജാവേ? നിങ്ങൾ ജയിലിലടച്ചു എന്ന വിവരം ഞാനും കേട്ടു, ശരിയാണോ? രാജാവ് പറഞ്ഞു, ശരിയാണ്. ഇന്നൽ ഗളബ ഹാല ബൈനി വബൈന സുആലിഹിമാ. യാസീൻ സൂറത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചരിത്രഭാഗമുള്ള വശമാണിത്. ദീർഘമായ ആ ചരിത്രം ഖുർആൻ വളരെ ചുരുങ്ങിയ ആയത്തുകളിലേക്ക് ഒതുക്കി വെച്ചതാണ്. ശലൂം എന്നവർ പറഞ്ഞു, അവരുടെ പേര് ഷംഊൻ എന്നും ചരിത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ശലൂം എന്നും വന്നു. ശലൂം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാജാവിനോട് ചോദിച്ചു, നിങ്ങൾ അവരോട് ചോദിച്ചോ എന്താണ് അവരുടെ വിഷയമെന്ന്? രാജാവ് പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ അവരോട് ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ അവരെ ജയിലടക്കുകയാണ് ഉണ്ടായത്. കാരണം ബഹുദൈവ വിശ്വാസികൾക്ക് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ആശയം വളരെ അരോചകമായി തോന്നാറുണ്ട്. ഒരു മതമില്ലാത്ത നിരീശ്വരവാദിക്ക് ഇസ്ലാം പെട്ടെന്ന് മനസ്സിലായി എന്ന് വരും. ക്രിസ്ത്യാനികൾ ഏകദൈവ വിശ്വാസികളാണെന്ന് വാദിക്കുന്നവരാണ്. അവർ മൂന്നെണ്ണമുണ്ടെന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരൊക്കെയാണെങ്കിലും ഞങ്ങൾ മോണോത്തീസ്റ്റുകളാണെന്ന് വാദിക്കുന്നവരാ. ജൂതന്മാർ ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുന്നവരാ. അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കൽ എളുപ്പമാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ബഹുദൈവ വിശ്വാസം, നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് ഇടപെട്ട ആളുകൾ, അതിലേക്ക് പെട്ടുപോയ ആളുകൾക്ക് ഏകദൈവ സിദ്ധാന്തം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഏകനായ പടച്ചവൻ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് അംഗീകരിക്കാൻ ഭയങ്കരമായ റിജക്ഷൻ ഉണ്ടാവും, എതിർപ്പുകൾ വരും, ഭീഷണി വരും, ഒക്കെ വരും, സ്വാഭാവികമാണ്. സ്വാദിഖെന്നവർക്കും സദൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിമ രണ്ട് ദൂതന്മാരെ ജയിലടച്ചത് ആരാധകനായിരുന്ന അന്തീഖസ് ഇബ്നു അന്തീഖസ് ചോദിക്കുക പോലും ചെയ്യാതെ, വിചാരണ തടവുകാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പിടിച്ചു വെച്ചതാണ്. ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. കേട്ടപ്പോഴേ അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി, ഏകദൈവ വിശ്വാസവും തൗഹീദും ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ശലൂം ചോദിച്ചു, അവരെങ്ങ് വിളിച്ചു കൊണ്ടുവന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. ചോദിക്കാം. അങ്ങനെ കൊണ്ടുവന്നു. ശംഊൻ ഇവിടെ ഹിക്മത്തിൽ പ്രയോഗിക്കുകയാണ്. ഇദ്ദേഹം ഇവരുടെ മൂന്നാമനാണെന്ന് പറഞ്ഞു കൊടുത്തില്ല, എന്റെയും ആശയം ഇവരുടേതാണെന്ന് പറഞ്ഞു കൊടുത്തില്ല, ഞാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൂതനാണെന്നും പറഞ്ഞു കൊടുത്തില്ല. ആര്? ശലൂം എന്നവർ. അവർ പറഞ്ഞു, ആ രണ്ടുപേര് രാജാവെന്ന് വിളിക്കും, നമുക്ക് ഇതൊക്കെ പറഞ്ഞത് കാലങ്ങൾക്ക് ശേഷമാണ്, സമയമെടുത്തു. അങ്ങനെ വിളിച്ചു. രണ്ടുപേരും വന്നു. ഇവർക്കറിയാം തങ്ങളെ ചോദ്യം ചെയ്യാൻ വന്ന ഈ ആൾ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന്. പക്ഷേ ശലൂം അതൊന്നും കാണിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, മാ ബുർഹാനുകുമാ അലാ മാ തദ്ദഇയാൻ, നിങ്ങൾ പറയുന്ന വാദഗതിക്കുള്ള തെളിവെന്താണ്? നിങ്ങൾ ദൂതന്മാരെന്ന് പറഞ്ഞു, വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, രണ്ടുപേരും പറഞ്ഞു. ആരോട്? രാജാവിനോടും ശലൂം എന്നവരോടും പറയാണ്, നുബ്രിഉൽ അക്മഹ വൽ അബ്റസ്, ഞങ്ങൾക്ക് കണ്ണില്ലാത്തവർക്ക് കണ്ണ് കൊടുക്കാനും കുഷ്ഠരോഗം പിടിപെട്ടവർക്ക് ശിഫ കൊടുക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയും, ബീദിനില്ല, അള്ളാന്റെ അനുമതിയോടുകൂടെ. അപ്പോ രണ്ട് കണ്ണുകളും തടവപ്പെട്ട ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് പറയുന്ന വാക്കതാണ് മസീഹ്. മസഹ എന്ന വാക്കിൽ നിന്നാണ് മസീഹ് എന്ന പ്രയോഗം. മസഹ
തടവുക എന്ന് ശരിക്കും തടവിയാൽ ഇങ്ങനെ ഇവിടെ ഒരു കണ്ണിന്റെ ക്യാവിറ്റി, ഐ ക്യാവിറ്റി പോലും ഇല്ലാത്ത രീതിയിൽ, കണ്ണിന്റെ കുഴി പോലും ഇല്ലാത്ത രീതി, ഇവിടെ ഒന്നാകണ കവിളായി എങ്ങനെ ഉണ്ടാകും? അങ്ങനത്തെ ആളായിരിക്കും മസീഹുദ്ദജ്ജാൽ. മസീഹുദ്ദജ്ജാൽ ഒറ്റ കണ്ണേ ഉള്ളൂ. ഇടത്തെ കണ്ണ് കഅന ബിൻ ത്വാഫിയ, മുമ്പ് ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു മുന്തിരിയെ പോലെ ഉണ്ടാകും. ഒരു വലത്തെ കണ്ണ് എങ്ങനെയാണ്? മംസൂഹ്, കണ്ണിങ്ങനെ അടച്ചു വെക്കപ്പെട്ട പോലെയാണ്. അതുകൊണ്ടാണ് മസീഹുദ്ദജ്ജാലിനെ മസീഹ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈസാ മസീഹ് എന്ന് പറയാറുണ്ടല്ലോ, ഈസ ഇബ്നു മറിയം അല്ലെ, അൽ മസീഹ് ഈസ ഇബ്നു മറിയം. ഈസ നബി അലൈഹി സ്വലാമിനെ പറ്റി മസീഹ് എന്ന് പറയും. അതോ പേടിക്കണ്ട, അത് സാഹ യസീഹു, എല്ലായിടത്തേക്കും പരക്കുക. സിയാഹ എന്നൊക്കെ പറഞ്ഞ ടൂറിസം അല്ലേ വാക്കിനർത്ഥം അല്ലെ? സിയാഹ ലിസ്സഫരി വസ്സിയാഹ, ടൂറിസം, പരന്ന് നടക്കുക, എല്ലായിടത്തേക്കും എത്തുക, വ്യാപരിക്കുക എന്നർത്ഥമാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മെസ്സേജ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തും എന്ന സൂചന, അല്ലെങ്കിൽ ഈ മെസ്സേജ് പരക്കുന്ന മെസ്സേജാണ്. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തപ്പെടുന്ന ഒരു സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പോലെയല്ല, പക്ഷേ ലിമിറ്റഡാണ്. എന്നാൽ പോലും ഈസ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുന്നത് അവരുടെ ആ തൗഹീദി ആശയം ലോകത്ത് വ്യാപരിക്കുമെന്നാണ്. അത് മാത്രമല്ല, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതി, ഈസ നബി അലൈഹിസ്സലാം മരിക്കുന്നതിന്റെ മുമ്പ് സർവ്വ കിതാബിന്റെ ആളുകളും എന്ന് പറഞ്ഞ ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന കാലം വരും. ഈസ നബിയിൽ വിശ്വസിക്കുന്ന കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന കാലം വരും. ഖിയാമത്തിന്റെ മുമ്പ്, ഈസ നബി അലൈഹിസ്സലാം മരിക്കുന്നതിന്റെ മുമ്പ് സർവ്വ ക്രിസ്ത്യാനികളും മുസ്ലിം ആകുന്നതാണ്. ഇതുവരെ മുസ്ലിം ആയിട്ടില്ലല്ലോ. എന്താ കാരണം? ഈസ നബി മരിച്ചിട്ടില്ല. ഈസ നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല. ഈസ നബി വരാനിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ഈസ നബി വന്നിട്ട് ഈ ദീൻ പ്രബോധനം ചെയ്യും. ആ പ്രബോധനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ആശയത്തിന്റെ പേരില ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുന്നത്. മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞ മസീഹ് എന്താ? മസഹയിൽ നിന്നാണ്. അത് കണ്ണ് മൂടപ്പെട്ടവൻ, കണ്ണ് അവിടെ ഇല്ലാത്ത പോലെയാ മസീഹുദ് ദജ്ജാലിന്. അല്ലാഹു മസീഹുദ് ദജ്ജാലിന്റെ ശർറിൽ നിന്നൊക്കെ നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് അനീതിയും കൊലപാതകവും രക്തച്ചൊരിച്ചിലുകളും വർദ്ധിച്ചു കഴിഞ്ഞാൽ മസീഹുദ് ദജ്ജാലിന്റെ വരവിനൊക്കെ നേരമായി എന്ന് അതിനർത്ഥം. ആധുനിക സംഭവ വികാസങ്ങളും മറ്റു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്ന വാർത്തകളൊക്കെ ചില ഗൗരവമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാലം മനുഷ്യന്റെ ചോരയ്ക്ക് വിലയില്ലാത്ത കാലമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞു. കൊലപാതകങ്ങളും അൽ ഹറജ് വൽ മറജ്, അനീതികളും ലോകത്ത് വർദ്ധിക്കുന്ന സമയം നിങ്ങൾ ദജ്ജാലിനെ കാത്തിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ശർറ് നമുക്ക് ആക്കുമാറാകട്ടെ. രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോ ഗുലാമിൻ മംസൂഹിൽ ഐനൈൻ, കണ്ണുകൾ തടവപ്പെട്ട ഒരു കുട്ടി എന്ന് പറഞ്ഞ ജന്മന കണ്ണില്ലാത്ത ഒരു കുട്ടി. അത് മാത്രമല്ല, മൗളിഉ ഐനൈഹി കൽ ജബ്ഹ, ആ കുഞ്ഞിന്റെ കണ്ണിരിക്കുന്ന ഭാഗം നെറ്റി പോലെയാണ് എന്ന് പറഞ്ഞ കണ്ണിന്റെ കുഴി പോലും അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു കുട്ടി അന്ന് അവിടെയുണ്ട്, തുർക്കിയിലുണ്ട്, അൻതാക്കിയയിലുണ്ട്. ആ കുട്ടിയെ കൊണ്ടുവന്നു. രാജാവ് വെരിഫിക്കേഷൻ ചെയ്യാൻ, ഇവർ അള്ളാഹുവിന്റെ ദൂതന്മാരാണോ അല്ലയോ. ഈ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീർ ഉദ്ധരിക്കുന്ന ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു ഈ കുട്ടിക്ക് കാഴ്ച കൊടുക്കണമേ. കാഴ്ച വരുന്ന കണ്ണ് നിൽക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ കീറ് പ്രത്യക്ഷപ്പെട്ടു. കളിമണ്ണ് കൊണ്ടുള്ള രണ്ട് ചെറിയ കുഞ്ഞു ബോളുകൾ എടുത്തു. ചെറിയ ബോളുകൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ആ വിടവിലേക്ക് രണ്ടുപേരും കണ്ണിന്റെ സ്ഥാനത്തേക്ക് വെച്ചു കൊടുത്തു. ആ കുട്ടിക്ക് പിന്നെ കാഴ്ച ലഭിച്ചു. ആ കുട്ടി പിന്നെ കാണാൻ തുടങ്ങി. ആ കുട്ടിയെ കണ്ട് അജ്ബൽ മലിക്, രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് പറഞ്ഞു, ഒരത്ഭുതം കൂടെ വേണം, ഇത് മാത്രം പോരാ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു തെളിവ് പോരെന്ന് വെച്ചാൽ പറ്റില്ല, ഒന്നും കൂടെ വേണമെന്ന് പറയില്ലേ? എന്നാ പോരെ, പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ന ഹാഹുനാ ഗുലാമൻ മാത മുൻദു 7 അയ്യാം വലം അദ്ഫിൻഹു, 7 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു കുട്ടി ഇവിടെയുണ്ട്. ആ കുട്ടിയെ ഞങ്ങൾ മറവ് ചെയ്തില്ല. എന്തേ കാരണം എന്നറിയോ?
ഹത്താ യജീഅ അബൂഹ്, ആ കുട്ടിയുടെ വാപ്പ ഒരു യാത്ര പോയതാണ്. വാപ്പ വരുന്നവരെ മറവ് ചെയ്യാതെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അന്നൊക്കെ ഈജിപ്തുകാർ എംബാം ചെയ്യുന്ന ആളുകളാണ്, മമ്മികളാക്കുന്ന കാലക്കാരല്ലേ ഈജിപ്തുകാർ. അത്തരം ചില സ്കില്ലുകൾ പരിസരത്തുകാരായ തുർക്കിക്കാർ പഠിച്ച് എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇത് പ്രായോഗികമല്ല. ആ 7 ദിവസമായി കിടക്കുന്ന ഒരു കുട്ടി വാപ്പ വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇന്നത്തെ യാത്ര പോലെയല്ലല്ലോ, എപ്പോഴാ വരിക എന്നറിയില്ല, എവിടേക്കാ പോയതെന്നറിയില്ല. വാപ്പ വരുന്നവരെ വെച്ചതാണ്. നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഈ കുട്ടിക്ക് ജീവൻ കൊടുക്കുമോ? അവർ പറഞ്ഞു വൈ നോട്ട്, എന്താ പ്രശ്നം? വളരെ പരസ്യമായിട്ട് രണ്ടുപേരും അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവരുടെ കൂട്ടുകാരനായ ശലൂം എന്നവർ സ്വകാര്യമായിട്ട് അവരും മനസ്സിൽ ദുആ ചെയ്തു. ഇവർ രണ്ടുപേരും ഉറക്കെ ദുആ ചെയ്തു, യാ അല്ലാഹ്, അല്ലാഹുമ്മ അഹ്യി ഹാദൽ ഗുലാം, ഈ കുട്ടിക്ക് നീ ജീവൻ കൊടുക്കണേ പടച്ചവനെ. രണ്ടുപേരും ദുആ ചെയ്തു. ശലൂം എന്നവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഫഖാമൽ മയ്യിതു ഹയ്യ, ആ കുട്ടി അങ്ങ് എഴുന്നേറ്റ് നിന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്ന കഥ കേട്ടപ്പോഴാണ് ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല, നിയർലി ഡെഡ് അല്ലേ, മരിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ജീവിപ്പിക്കണത്, മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരാൾ ഞങ്ങൾ ജീവിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനോട്. എന്നാ ആരെ ഞങ്ങൾ പറഞ്ഞിരുന്നു പറഞ്ഞു, ദാ സാം ഇബ്നു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാമിന്റെ ഖബർ അന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ സാമിനെ ജീവിപ്പിക്കുമെന്ന് ചോദിച്ചു. യാ സാം ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കണം സാം എന്ന് പറഞ്ഞു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം ഖബറിൽ നിന്ന് എഴുന്നേറ്റു. 1 മണിക്കൂർ നേരത്തോളം ജനങ്ങളുമായി സംവദിച്ചു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിന്നെ അരിഫ് നഫ്സക്, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്, പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആരാണ്? അന സാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകൻ സാമാണ് ഞാൻ. സാം, ഹാം, യാഫിത്ത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളുണ്ട്, 4 പ്രഗത്ഭരായ മക്കൾ. ഒരു മകൻ മുസ്ലിമായില്ല, ബാക്കി 3 പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി താമസിച്ചവർ. ഇറാനും അഫ്ഗാനിലും അതുപോലെ തന്നെ ഇറാഖിലുമൊക്കെ ജീവിച്ച മുൻ തലമുറക്കാർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ മക്കളുടെ പിൻഗാമികളാണ്. പറഞ്ഞു കൊടുത്തു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാന്റെ കഥയും പറഞ്ഞു കൊടുത്തു, ചരിത്രം പറഞ്ഞു കൊടുത്തു, വെള്ളപ്പൊക്കമുണ്ടായതും ശത്രുക്കൾ മരിച്ചു പോയതും എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഉറക്കത്തിലേക്ക് തിരിച്ചു പോകാനിരിക്കുമ്പോൾ നൂഹ് നബി പറഞ്ഞു, അല്ല, തലമുടിയൊക്കെ നിരച്ചു കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ കാലത്ത് തലമുടി നിരക്കാറില്ലല്ലോ, എന്ത് സംഭവിച്ചു സാം? പറഞ്ഞു, ഒന്നുമല്ല യാ നബി അല്ലാഹ്, എഴുന്നേൽക്കണം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഹാദാ ഖിയാമുൽ ആഖിറ, പരലോകത്തേക്ക് അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കലാണെന്ന്. ആ പേടി കൊണ്ട് എനിക്ക് സംഭവിച്ചതാണിതെന്ന് സാം ഇബ്നു നൂഹ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. പേടി കൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും 1 ദിവസം കൊണ്ട് തലയിൽ നിരവരുന്ന കാലമാണ് ഖിയാമത്ത് നാളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം വിശദീകരിക്കാൻ മുഫസ്സിരീങ്ങൾ ഈ ചരിത്രം എടുത്തുദ്ധരിക്കാറുണ്ട്. സാം ഇബ്നു നൂഹിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ തന്നെ കടന്നു, അതേ ഖബറിൽ മറവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സാം ഇബ്നു നൂഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരാണ് സ്വാദിഖും സദൂഖും ശലൂം. അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം 7 ദിവസമായി മരിച്ചിരിക്കുന്ന കുട്ടിയെ ജീവിപ്പിക്കാൻ ദുആ ചെയ്തു. 2 പേരും പരസ്യമായി, 3-ാമത്തെ ആൾ ശലൂം രഹസ്യമായി ദുആ ചെയ്തു. ഫഖാമൽ മയ്യിതു ഹയ്യ, എഴുന്നേറ്റു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇന്നി മുത്തു മുൻദു 7 അയ്യാം, 3 ദിവസം മുമ്പ് മരിച്ചുപോയ ആളായിരുന്നു ഞാൻ. ഫവുജിത്തു മുശ്രിക, ഞാൻ അവിശ്വാസിയായിട്ടാണ് മരിച്ചുപോയത്. ഫഉദ്ഖിൽതു ഫീ 7 ഔദിയത്തിൻ മിനൻ നാർ, നരകത്തിന്റെ 7 താഴ്വരകളിൽ എന്നെ പ്രവേശിപ്പിക്കപ്പെട്ടു. 7 ദിവസമേ ആയിട്ടുള്ളൂ. ഫീ 7 ഔദിയത്തിൻ മിനൻ നാർ, കുട്ടിയുടെ അനുഭവം പറയാം. ഫഉഹദ്ദിറുകും മാ അൻതും ഫീഹി ഫആമിനു ബില്ലാഹ്, കൂട്ടരെ നിങ്ങൾ ചെയ്യുന്ന ബഹുദൈവാരാധന ശരിയല്ല, നിങ്ങളുടെ ബിംബാരാധനയും പൂജയും ശരിയല്ല, അല്ലാഹുവിൽ വിശ്വസിച്ചേക്കണം കേട്ടോ. ثم فتحت أبواب السماء, എന്നിട്ട് ആകാശത്തിന്റെ കവാടങ്ങൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. فرأيت شابا حسن الوجه يشفع لهؤلاء 3 شلوم وصاحبيه حتى أحياني الله.
ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടപ്പോ ആകാശത്ത് ഞാൻ ഒരു യുവാവിനെ കണ്ടു. ഷാബൻ, ഒരു യങ് മാൻ, ഹസൻ അൽ വജ്ഹ്, ഹാൻസം ഗുഡ് ലുക്കിംഗ് യങ് മാൻ, നല്ല മനോഹരമായ മുഖമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ ആകാശത്ത് കണ്ടു. യശ്ഫഉ ലിഹഉലാഇ സലാസ, ഈ 3 പേർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഒരു സുമുഖനായ ഒരാളെ ഞാൻ ആകാശത്ത് കണ്ടു. അതൊരു പക്ഷേ ഈസ നബി അലൈഹിസ്സലാം ആയിരിക്കാം. ഞാൻ കണ്ടു. ആരാണ് 3 പേർ? ശലൂം വസ്വാഹിബൈ. ഈ ശലൂമിനും സ്വാദിഖിനും സദൂഖിനും അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന, അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളെ ഞാൻ ആകാശത്ത് കാണുകയും ചെയ്തു. അതുകൊണ്ട് വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന ഈസാ റൂഹുല്ലാഹി വകലിമതുഹു വഅന്ന ഹഉലാഇ ഹും റസൂലുള്ളാഹ്. മരിച്ചതിന് ശേഷം പറയാൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരോ കൂട്ടുകാരോ ഇല്ല. അല്ലാഹു ഏകനാണ്, അവന്റെ മുൽക്കിൽ ആരും ശരീക്കല്ല. വഅന്ന ഈസാ റൂഹുല്ലാഹ്, ഈസ നബി അലൈഹിസ്സലാം അല്ലാഹു തആലയുടെ പ്രത്യേകമായ റബ്ബിന്റെ ഒരു സൃഷ്ടിയായ റൂഹിൽ നിന്ന് ജനിച്ചവരാണ്. വകലിമതുഹു, കുൻ എന്ന അല്ലാഹുവിന്റെ വചനത്തിൽ നിന്നുണ്ടായവരാണ് ഈസ നബി അലൈഹിസ്സലാം. വഅന്ന ഹഉലാഇ ഹും റസൂലുള്ളാഹ്, ഇവർ 3 പേരും അല്ലാഹുവിന്റെ ദൂതന്മാർ ാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോ ആളുകൾ ചോദിച്ചു ഈ കുട്ടിയോട്, വഹാദാ ശലൂം അയ്ദൻ മഅഹും, ഈ ശലൂം ഇവരുടെ കൂടെ ഇരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു 3 പേരും കുട്ടിയോട്. ഖാല നഅം വഹുവ അഫ്ളലുഹും, ഇവരുടെ കൂടെ എന്ന് മാത്രമല്ല ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ ഈ ശലൂമാണ്. അന്നേരം ശലൂം എന്നവർ പറഞ്ഞു, അന്നഹു റസൂലുൽ മസീഹ് ഇലൈഹിം, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിച്ച അള്ളാഹുവിന്റെ ദൂതനാണ്, ഈസ നബിയുടെ ദൂതനാണ് ഞാനെന്ന് ഈ ശലൂം അന്നേരമാണ് പറഞ്ഞു. ഈ കുട്ടി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഇവരോടൊപ്പമാണ്, ഇവരുടെ അഭിപ്രായമാണ് എന്റെയും, ഇവർ പറയുന്നത് എന്തോ അതാണ് എനിക്കും പറയാനുള്ളത്. ഇവർ ഏതിലേക്കാണോ നിങ്ങളെ ക്ഷണിക്കുന്നത് ആ സത്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നതെന്ന് മഹാനായ ശലൂം റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് പറയാ. ഈ വാക്ക് കാരണം രാജാവിന് അത്ഭുതം തോന്നി. അത് മാത്രമല്ല അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ഫആമനൽ മലിക് ഫീ ഖൗമിൻ കസീർ വകഫറ ആഖറൂൻ, ഒരുപാട് ആളുകളും രാജാവും അവിടെ കലിമത്തു ഷഹാദ ചൊല്ലി മുസ്ലിമീങ്ങളായി. പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ മുസ്ലിമാകാതെ ബാക്കിയും കിടന്നിട്ടുണ്ട്. പക്ഷേ രാജാവ് മുസ്ലിമാവുകയാണ് ഉണ്ടായത്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ മുസ്ലിമായി, പക്ഷെ വലിയൊരു വിഭാഗം വേറെയും അവിടെ വകഫറ ആഖറൂൻ. ഇമാം ഖുശൈരി റഹ്മഹുല്ലാ അവരുടെ അഭിപ്രായ പ്രകാരം രാജാവേ മുസ്ലിമായിട്ടുള്ളൂ, ജനങ്ങൾ മുസ്ലിമായിരുന്നില്ല. രാജാവ് മുസ്ലിമായിട്ടുണ്ട്. ആ ജനങ്ങൾ മുസ്ലിമാകാതെ വന്നപ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കുകയാണ് ഉണ്ടായതെന്ന് ഇമാം ഖുശൈരി റഹ്മഹുല്ലാ അവരുടെ ചരിത്ര അപഗ്രഥനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാലു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, അല്ലാഹുവിന്റെ മുഅ്ജിസത്തുകൾ കണ്ട്, അത്ഭുതങ്ങളും കറാമത്തുകളും മഹാത്ഭുതങ്ങളും കണ്ട് മുസ്ലിമായ ഒരു രാജാവിന്റെ ചരിത്രം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ഒരുപാട് നാട്ടുകാരുടെ ചരിത്രം, എന്നിട്ടും തെളിവുകൾ ഉണ്ടായിട്ടും മുസ്ലിമാകാതിരുന്ന വേറെ ഒരു സമൂഹം അവിടെ ബാക്കി നിന്നത്. ഖുർആൻ ഈ ചരിത്രം തുടരുകയാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നമ്മൾ ഏകദേശം നിർത്താനായി ഒരു 10 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. قالوا ربنا يعلم إنا إليكم لمرسلون. فقالوا إنا إليكم مرسلون. ഇവിടെ ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. മൂന്നാമനായ ഒരു ദൂതനെ അല്ലാഹു അവർക്ക് ശക്തി പകരാൻ പറഞ്ഞയക്കുകയും ഫഖാലു അവരൊരുമിച്ചു പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണ്. എന്ത് 2 ആയത്തിന്റെ ഉള്ളിൽ ശലൂം എന്ന ഈസ നബി അലൈഹിസ്സലാമിന്റെ ദൂതൻ ഞാൻ അള്ളാഹിന്റെ ദൂതനാണെന്ന് പറഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ്. പക്ഷെ ഖുർആൻ അത് വളരെ ചുരുക്കിയിട്ട് 2 ആയത്തിന്റെ ഉള്ളിൽ ഈ ചരിത്രങ്ങളെല്ലാം അതിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യൂസുഫ് അയ്യുഹസ് സുദ്ദീഖു അഫ്തിനാ ഫീ 7 ബഖറാത്തിൻ ഇജാഫിൻ. യൂസുഫ് നബിയെ നിങ്ങൾ, യൂസുഫ് അയ്യുഹസ് സുദ്ദീഖ്, സത്യസന്ധനായ യൂസുഫ് നബിയെ
രാജാവ് സ്വപ്നം കണ്ടു, 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കളും, അതുപോലെ 7 സുംബുലാത്തിൻ വൗഖറു യാബിസാത്ത്, അല്ല 7 മനോഹരമായ കതിരുകളുള്ള ഗോതമ്പിന്റെ കതിരുകളും 7 ഉണങ്ങിയതും. ഇതിന്റെ സ്വപ്ന വ്യാഖ്യാനം കേൾക്കാൻ വേണ്ടി ആരാണിത് പറഞ്ഞു തരാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാമിന് പറഞ്ഞു തരാൻ പറ്റും. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലാണ്. യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ടുവരാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധരായ യൂസുഫ് നബിയെ എന്താണ് വ്യാഖ്യാനമെന്ന് പറഞ്ഞു തരൂ. ഈ പറഞ്ഞു തരൂ എന്ന ചോദ്യത്തിന്റെ മുമ്പ് ജയിലിലേക്ക് ആളയച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആളയച്ചു. യൂസുഫ് നബി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു, രാജാവിന്റെ മുമ്പിൽ ഇരുന്നു. രാജാവ് ചോദ്യം ചോദിച്ചു. ഇതൊക്കെ നടക്കുന്നതിന് അള്ളാഹു വളരെ ചുരുക്കി. യൂസുഫ് അയ്യുഹ സിദ്ദീഖ് നേരെ വിഷയത്തിലേക്ക് കടന്നു. എന്നതുപോലെ ഫഖാലു, 3 പേരും പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ്. ഈ 3ാമത്തെ ആള് ഞാനും ഇതിൽ പെട്ടതാണെന്ന് പറയാൻ വർഷങ്ങളെടുത്തിട്ടുണ്ട്. വർഷങ്ങളെടുത്തതിന്റെ ശേഷമാണ് ഞാനും ഇതിൽപ്പെട്ട ആളാണെന്ന് പറയുന്നത്. അതും മരിച്ചു കഴിഞ്ഞ കുട്ടി എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞതിന്റെ ശേഷമാണ്. പക്ഷേ അത് വിശുദ്ധ ഖുർആനിന്റെ ഈജാസ്. ഖുർആൻ വളരെ ചുരുക്കിയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കും. ആ ഒരു ഭാഗമാണിത്. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. ആ സമൂഹം പറഞ്ഞ ആരോപണം, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ തന്നെയല്ലേ, നമ്മൾ ഒരേപോലെ തന്നെയല്ലേ. പിന്നെ നമ്മൾ ഈ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു മൊത്തത്തിൽ ഒരു ചർച്ച തന്നെ നടക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ കാലൊക്കെ ആകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച വരുമ്പോൾ നബി തങ്ങൾ സാധാരണക്കാരനാണ്. നബി തങ്ങൾ ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയല്ലേ. അത് എങ്ങനെ എന്തുദ്ദേശിച്ച് പറയുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കൂട്ടരൊക്കെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഇത് ഗുരുതരമായ വാക്കാണത്. മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. ഒരു സമൂഹം അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് അവർ പറഞ്ഞ എക്സ്ക്യൂസ് ഇതാണ്, നിങ്ങൾ നമ്മളൊക്കെ ഒരേപോലെ തന്നെയല്ലേ എന്ന്. ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ. അപ്പൊ നമ്മൾ പറയാം, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഇത് നബി തങ്ങൾ പറയുന്നുണ്ട് നമ്മളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ബശർ തന്നെയാ, മനുഷ്യനാണ്. പക്ഷേ യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്. അതെല്ലാ മനുഷ്യർക്കുണ്ടോ വഹി ലഭിക്കൽ? ഇല്ലല്ലോ. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാറ്റഗറിയിൽ അല്ല എന്ന് ആ ആയത്ത് തന്നെ പഠിപ്പിക്കുകയാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, ഞാൻ വഹി ലഭിക്കുന്ന ആളാണ്. അള്ളാഹു അറിയിച്ചു തരുന്ന പല വിവരങ്ങളും നിങ്ങൾ അറിയാത്തത് എനിക്കറിയും. ഞാൻ വഹിയുള്ള ആളാണ്. പക്ഷേ ഞാൻ എന്തല്ല, മലക്കല്ല, ജിന്നുമല്ല. അതേ ആ വാക്കിനർത്ഥമുള്ളൂ. എന്നല്ലാതെ സാധാരണ മനുഷ്യനെ പോലെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നത് കടുത്ത അച്ചടക്കക്കേടാണ്. അത് വിവരമില്ലാത്തത് കൊണ്ട് പറയുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വിവരം ഉണ്ടായിട്ടത് പറയുകയാണെങ്കിൽ തിരുത്തണം. അവരെന്തായാലും ആ വിഷയം മനസ്സിലാക്കണം. അത് നബി തങ്ങളുടെ മുഅ്ജിസത്തൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പ്രയോഗം നബി തങ്ങളെ പറ്റി പറയുന്നത് അത് ഏറ്റവും കൂടുതൽ അച്ചടക്കമില്ലാത്തൊരു പ്രയോഗമാണ്. നബിയൊക്കെ നമ്മളെ തന്നെയല്ലേ, അള്ളാഹു അയച്ചു, നമ്മളാ VIP അല്ലേ, അങ്ങനെയാണ് ആ പ്രയോഗം. കത്ത് കൊണ്ടുതരുന്ന പോസ്റ്റ്മാൻ എന്തിരിക്കുന്ന കത്ത് ആർക്ക് അയക്കപ്പെട്ടു അയാളല്ലേ ഉഷാറ്. ഇതൊരു കേവലം ഒരു മെസ്സഞ്ചർ അല്ലല്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ ദറജ അതിലൊക്കെ എത്രയോ അപ്പുറത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സമൂഹം പ്രവാചകന്മാരെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണത്. നിങ്ങളും നമ്മളൊക്കെ ഒരേപോലെയാണല്ലോ, നിങ്ങൾ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ്. അത് ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്, മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും. അവര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ. റഹ്മാനായ പടച്ചവൻ ഒന്നുമേ ഇറക്കിയിട്ടില്ല, നിങ്ങൾ വെറുതെ നുണ പറയാൻ, നിങ്ങൾ നമ്മളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഒരുപാട് തെളിവുകൾ മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു സമൂഹം നന്മയെ സ്വീകരിക്കാതെ വരുമ്പോ നമ്മൾ എന്താ പറയാ, എന്താ ചെയ്യാന്ന് പറയുന്ന അർത്ഥം എന്താ? നമുക്കൊന്നും ഇനി ചെയ്യാനില്ല. അള്ളാഹുവിനെ ഇടപെടാൻ പറ്റൂ. റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണെന്ന് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനറിയാം. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിലും സാരല്ല, നിങ്ങളത് അംഗീകരിക്കില്ല, സാരമില്ല, പക്ഷെ അള്ളാഹുവിനറിയാം. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അതാണ് വിഷയം.
നമ്മുടെ ബാധ്യത, വമാ അലൈന, നമ്മുടെ മേൽ ബാധ്യതപ്പെട്ടത്. ലന എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശപ്പെട്ടത്, അലൈന എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയായത്. അതാണ് പ്രയോഗം. ലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീല. അങ്ങനെയാണ്. ലില്ലാഹി, അല്ലാഹുവിന് അവകാശപ്പെട്ടതാ, അലന്നാസ്, ജനങ്ങൾക്ക് ബാധ്യതയായതാണ് ഹിജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യണമെന്നത്. ഹജ്ജ് ചെയ്യണമെന്നത് ജനങ്ങൾക്ക് ബാധ്യത, അള്ളാഹിന്റെ അവകാശം. ആർക്കാണോ ബാധ്യത അവരെ അല എന്നാ പ്രയോഗിക്കുക. അലൈന, അലന്നാസി, അലൽ അബ്ദി. ഒമാ അലൈന, നമ്മുടെ മേൽ ബാധ്യതയായത് ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരലല്ലാതെ മറ്റൊന്നുമേ അല്ല. ഇത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അങ്ങനെയാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ കൽബിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ? പറ്റില്ല, ആർക്കും കഴിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുന്നവരുണ്ടാവും, പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞവനെ ചീത്ത പറയുന്നവരുണ്ടാവും, പറഞ്ഞു കൊടുത്താൽ അത് വെച്ച് പരിഹസിക്കുന്നവർ കാണും, പറഞ്ഞു കൊടുത്താൽ ഞാനത് ഇനി ആര് പറഞ്ഞാലും ഞാൻ തിരുത്താൻ പോകുന്നില്ല എന്ന് നിശ്ചയിച്ച് വെച്ചവരും കാണും. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, പറഞ്ഞുതരാനേ പറ്റുള്ളൂ. ബാക്കി അവനവന്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രയോഗിക്കണം. അമ്പിയാക്കന്മാർ മുഴുവനും കൈമലർത്തി പറഞ്ഞ വാക്കതാണ്, ഞങ്ങൾക്ക് അറിയിച്ചു തരാനേ പറ്റുള്ളൂ. ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഖാലൂ, അവർ പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഇൻഷാ അല്ലാഹ് അവിടെ ഒരു തതയ്യുർ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഞങ്ങൾ നിങ്ങളിൽ അവലക്ഷണം കാണുന്നു. അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ആ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം ഇനി ഹബീബ് നജ്ജാർ എന്നവർ ഓടി വരുന്നുണ്ട്. ഈ മഹാന്മാരായ പ്രവാചകന്മാരെ സമൂഹം ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് രക്തസാക്ഷിയായ മഹാനാണ് ബഹുമാനപ്പെട്ട ഹബീബ് നജ്ജാർ സാഹിബ് യാസീൻ റഹ്മത്തുള്ളാഹി അലൈഹി റളിവാനുല്ലാഹി അലൈഹി അജ്മഈൻ അലൈഹിം അജ്മഈൻ. ഒരുപാട് മഹത്തുക്കൾ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത് മരിച്ചുപോയവർ. അതിൽപ്പെട്ട സാഹിബ് യാസീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൊക്കെ സാഹിബ് യാസീൻ എന്ന് പറയും. യാസീനിൽ പറഞ്ഞ ആൾ വലിയ മഹാനായിരുന്നു ഹബീബ് നജ്ജാർ എന്നവർ. അവരുടെ ആ ചരിത്രവും മരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഖീല ദഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടന്നോളൂ ഹബീബ് നജ്ജാർ എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാൻ. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, അല്ലാഹു എന്നെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയച്ചത് എൻ്റെ സമൂഹം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം പറഞ്ഞ വാക്കാണെന്നാണ്. മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം എൻ്റെ സമൂഹം ഇത് അറിഞ്ഞില്ലല്ലോ റബ്ബേ. അതുകൊണ്ടാണ് ദഅ ഇലാ ഉമ്മതിഹി ദഅ ഉമ്മതഹു ഇലല്ലാഹ് ഹയ്യൻ വമയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും സമൂഹത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു, മരിച്ചു കഴിഞ്ഞിട്ടും ദഅവത്ത് ചെയ്ത ആളാ ഹബീബ് നജ്ജാർ എന്നവർ. ഇൻഷാ അല്ലാഹ് ചരിത്രം നമുക്ക് വഴിയെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പെരുന്നാൾ വരുന്നുണ്ട്, അറഫയുണ്ട്. അറഫ വരെ വിശുദ്ധമായ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്, സുന്നത്തുള്ള കാര്യമാണ്. ഈ രാവുകൾ വൽ ഫജ്രി വലയാലിൻ അശ്റിൻ, 10 രാവുകൾ എന്ന് പറഞ്ഞ ആ വിശുദ്ധമായ രാവുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ രാവുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പെരുന്നാൾ വരെ, പെരുന്നാളിന്റെ അയ്യാമ തശ്രീഖും അതിനപ്പുറത്തേക്കും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വലിയ മാസത്തിലാണ് കേട്ടോ മുഅ്മിനീങ്ങളെ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹുവിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ട ഹജ്ജാജിമാർ അവരുടെയൊക്കെ ആ വലിയ ഇബാദത്ത് സാക്ഷിയാവാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് ഹജ്ജും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച 4-ന്റെ അന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ആയുസുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച ഇൻഷാ അല്ലാഹ്. പെരുന്നാൾക്ക് ഒരു ലീവൊക്കെ വേണ്ടേ? ഒരു ലീവൊക്കെ വേണം. എന്നും വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ? അപ്പോൾ ഒരാഴ്ച ലീവ് കിടക്കട്ടെ. എന്ത് ചെയ്യുക? പിറ്റത്തെ ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് 11-ന്റെ അന്ന് ആയുസുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അന്ന് കൂടാം. അതിനിടയ്ക്ക് വരുന്ന വ്യാഴാഴ്ച നമ്മളൊരു ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഹജ്ജിൻ്റെ സന്ദേശത്തെക്കുറിച്ചൊരു പരിപാടി നമ്മുടെ മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച നമ്മൾ ഇശാനിസ്കാരം കഴിഞ്ഞ് ഉടനെ തുടങ്ങും ഇവിടെ. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക കൂടിയാണ്. പിന്നെ പെരുന്നാൾ ആഘോഷിക്കണം. നമ്മൾ ആകെ ആഘോഷത്തെക്കുറിച്ച് നമ്മൾ ആകെ ചിന്തിക്കുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ആലോചിക്കൂല അല്ലേ? വമാ അലൈന, നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കും വേണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബാധ്യത ചെയ്യുന്നവർക്കാണ് പിന്നെ അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ അർഹതയുള്ളൂ എന്നാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയൊരു പെരുന്നാളിൻ്റെ മുമ്പ് നിങ്ങളെ എല്ലാവരെയും കിട്ടിയില്ലെങ്കിലോ ഞാൻ ആ വിഷയം പറയണം. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, നിങ്ങൾക്ക് അറിയിച്ചു തരൽ എൻ്റെ ബാധ്യതയാണ്. പെരുന്നാളിനെ സംബന്ധിച്ച് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസവും ദുആഇന് ഉത്തരമുള്ള ദിവസങ്ങളുമാണ്. അയ്യാമ തശ്രീഖിൻ്റെ സമയം അല്ലേ?
പെരുന്നാളിൻ്റെ ഉദുഹിയത്തിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ നാട്ടിൽ ഉദുഹിയത്ത് അറക്കാൻ കഴിയുന്നവർ അവിടെ, ഇവിടെ ചെയ്യാൻ പറ്റുന്നവർ ഇവിടെ. കന്നുകാലികളൊക്കെ ആണെങ്കിൽ 7-1 വരെ എടുക്കാൻ പറ്റും. 2 ഓഹരി 3 ഓഹരി 7 ഓഹരി വരെ എടുക്കാം, അല്ലെങ്കിൽ 1 മുഴുവനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആളുകളൊക്കെ നാട്ടിലേക്ക് വിളിച്ച് ഏർപ്പാട് ചെയ്ത് ഉദുഹിയത്തിൻ്റെ ഒരു ഓഹരിയെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് എടുത്തിരിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മോനെ കൊടുത്തില്ലേ, നിങ്ങൾ എന്താ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്, എന്താ കൊടുക്കുക? ഇതാണ് ഹജ്ജിന്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഗാനമേളകളോ മ്യൂസിക്കോ ഡാൻസുകളോ അങ്ങനത്തെ ഏർപ്പാടുകളൊക്കെ പല ആൾക്കാരും സംഘടിപ്പിക്കുന്നുണ്ടാവും. നമ്മൾ ഈ സംഘടിപ്പിക്കുന്നവരൊന്നും പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ഇൻവോൾവ്മെന്റ് അവിടെ പ്രാധാന്യമാണ്. നമ്മളിതിൽ ഭാഗവാക്കുകളാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ കൂടിയ ഒരു ആളും അത്തരം ഗാനമേളകളിലേക്ക് കൂടരുത്. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത ആൾ ഇനി ഖിയാമ വരെ ഞാനിത് പറയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പറയാനാ തീരുമാനം. ഇൻഷാ അല്ലാഹ് മനസ്സിലാവുന്ന അമ്പിയാക്കുന്നു. 950 കൊല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 950 കൊല്ലേ. നമ്മളിപ്പോൾ ആകെ 5 കൊല്ലമായിട്ടില്ല ഇവിടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ 950 കൊല്ലമൊക്കെ ആയുസുണ്ടെങ്കിൽ അത്ര കൊല്ലം തന്നെ പറയാൻ തന്നെ തീരുമാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പിയാക്കന്മാരൊക്കെ ദുആ ചെയ്ത് പഠിച്ചവനെ ഇനി ഇവരെ നശിപ്പിച്ചേക്കണേ, നമ്മൾ നശിപ്പിക്കണേന്ന് ദ്വാരക്കാൻ പോകുന്നില്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ കമ്മിറ്റിക്കാർ, മുസ്ലിമീങ്ങളായ ആളുകളുള്ള കമ്മിറ്റിക്കാർ, അത് SKSF-ഓ സുന്നി സെൻറ്ററോ KMCC-യോ MSS-ഓ അതൊന്നും വ്യത്യാസമല്ല. മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ. നമുക്ക് ഒരു ഖുർആനും ഒരു നബിയും ഒരു അള്ളാഹും ഒരു ഖിബ്ലയാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങളിൽപ്പെട്ടതാ നമുക്ക് പറ്റൂല. എന്ത് മ്യൂസിക്കിന്റെ ഏർപ്പാട് പാടില്ലാത്തതാണ്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ സ്റ്റേജിന്മേൽ കയറൽ ഹറാമാണ്. അവരെ കയറ്റി കൊണ്ടുവരൽ ഹറാമാണ്. അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. കാരണം ഒരു ഹറാമിന് വഴിവെക്കലാണ്. ജീവിതത്തിലെ സർവ്വ ബറക്കത്തും അല്ലാഹു എടുത്തു കളയും. അതും വിശേഷപ്പെട്ട ഒരു ദിവസത്തെ മലിനപ്പെടുത്താൻ ദയവ് ചെയ്ത് ചെയ്യരുത്. ഈ ഹാളിൽ ചെയ്യരുത്. അള്ളാഹുവിനെ വിചാരിച്ച് ഞാൻ പറയാണ്, ഇത് ഇസ്ലാമിക് സെന്ററാണ്. ഇസ്ലാമിന്റെ സെന്റർ എന്ന് പേര് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ചെയ്തോളൂ. ഇസ്ലാമിക് സെന്റർ അല്ലേ ഇത്? ഇവിടെ നടക്കുന്ന സംഗതി ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമെന്ന് വിചാരിക്കൂലേ? ഇസ്ലാമിക് സെന്ററിൽ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. അത് അനുവദിച്ചുകൂടാ. നമുക്ക് മനുഷ്യന്മാരെ പിടിച്ചു കെട്ടാൻ പറ്റൂല. അതുകൊണ്ട് വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, നമുക്ക് അറിയിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾ കേട്ടില്ല എന്ന് വരും, കേട്ടെന്ന് വരും, കേട്ടാൽ നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് ഒരാളും ഈ സദസ്സിലുള്ള ഒരാളും ദയവ് ചെയ്ത് ഒരു ഗാനമേളക്ക് വന്നിരിക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വരവ് കാപ്പട്യമാണെന്നതിനർത്ഥം. നിങ്ങൾക്ക് അള്ളാഹിനെ മനസ്സിലായിട്ടില്ല, പിശാചിനെ മനസ്സിലായിട്ടില്ല എന്നാണ്. പിശാചിന്റെ ഏർപ്പാടാണത്. ദയവ് ചെയ്ത് വരരുത്. നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് വന്നിരിക്കുമ്പോഴേ ഈ പരിപാടി വിജയിക്കുള്ളൂ. നിങ്ങൾ വരണ്ട. അതിന് വരുന്ന വേറെ ആൾക്കാർ, വേറെ ടീമുണ്ടാകും. കള്ളു കുടിച്ച് വരുന്നവരും കുടിക്കാതെ വരുന്നവരും ഒക്കെ വേറെ വരാനുണ്ടാവും. അവർ വന്ന് പോയി എന്തോ ആയിക്കോട്ടെ, ഇതിവിടെ നടക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അപേക്ഷ. നിങ്ങളാരും വരികയും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ്. ഒന്ന് ഉറക്കം ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. ഇൻഷാ അല്ലാഹ്. ഇതൊരു പ്രകോപനമോ അല്ലെങ്കിൽ അതൊന്നുമല്ല. നമ്മുടെ ഈമാനെ രക്ഷിക്കാൻ ഇതൊക്കെ കുറച്ച് പൊടി തട്ടിയെടുക്കുകയാണ് ഓരോ ആഴ്ചയും. ഒരു പെരുന്നാൾ വരുമ്പോൾ ഇതൊക്കെ ഒലിച്ചു പോകൂലേ? നമ്മൾ മെല്ലെ കൊണ്ടുവരികയാണ്. നമ്മുടെ ഈമാൻ കെട്ടുപോയത് നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്നതും നമ്മുടെ എല്ലാ മീഡിയയും നമ്മെ ബംബാർഡ് ചെയ്തുകൊണ്ട് അനാവശ്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മനസ്സിനെ കൊണ്ടുവരാ. ഇത് പിശാചിനെ തട്ടിയെടുക്കാൻ അനുവദിക്കല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ അള്ളാഹു അനുവദിച്ച രീതിയിൽ ആഘോഷിക്കും. ഇവിടെ ടൂർ പോകുന്നവരുണ്ട്.